വെൽക്കം ബിലവഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനിൽ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ നമ്മളെ നോക്കാവുന്നതാണ്. @ബിലവഡ് സൺസ് ഓഫ് ഗോഡ് എന്നാണ് നമ്മുടെ ഹാൻഡിൽ. നിങ്ങൾക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. നമ്മൾ ബോംബെയുടെ നമ്മുടെ ചർച്ചിനോട് കൂടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. അഡ്രസ്സ് ഞങ്ങൾ അറിയിക്കുന്നതാണ്. ഞങ്ങളുടെ മെസ്സേജുകളിലൂടെ അനുഗ്രഹിക്കപ്പെടുന്നുവെങ്കിൽ മെസ്സേജിലൂടെ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. ഇന്ന് ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്കൊരു ലിങ്ക് ലഭിക്കുന്നതാണ്. അതിലൊരു PDF ഫയലുണ്ട്. അത് തുറന്ന് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾ വായിക്കുന്ന എല്ലാ വചനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇന്നത്തെ മെസ്സേജ് എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമായ ഒരു മെസ്സേജാണ്. അതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് നീ എൻ്റെ പ്രിയപുത്രൻ എന്നുള്ളതാണ്. ഇന്ന് നിങ്ങൾ എൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ, ഇന്നത്തെ ഈ വചനം നിങ്ങൾ കേൾക്കുന്നുവെങ്കിൽ, പിതാവ് നിങ്ങളോട് ഒരേ ഒരു കാര്യം മാത്രമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നീ എൻ്റെ പ്രിയപുത്രനാണ്. ദൈവം യേശുവിനെ ഭൂമിയിലേക്ക് അയച്ചതും അവൻ ക്രൂശിക്കപ്പെട്ടതും എല്ലാ കാര്യങ്ങളും ഇതിനു വേണ്ടിയായിരുന്നു. അവൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, നീ എൻ്റെ പ്രിയപുത്രനാണ്. ഇന്ന് നമ്മൾ വളരെയധികം വചനം വായിക്കും. ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. പിതാവ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ആ ശബ്ദത്തെ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുക. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മൾ പ്രസംഗം കേൾക്കുന്നതും ഇന്ന് നമ്മൾ കേൾക്കുന്ന വചനവും കഴിഞ്ഞ മെസ്സേജുകളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതും എല്ലാം ഞാൻ ആഗ്രഹിക്കുകയാണ്. അതിൽ നിന്നെല്ലാം നിങ്ങൾ പിതാവിൻ്റെ ശബ്ദം കേൾക്കുക. ആ ശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രഹിക്കുക. എന്തുകൊണ്ടെന്നാൽ എത്ര വചനങ്ങൾ നിങ്ങൾ വായിക്കുന്നോ, നിങ്ങളെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. പിതാവ് ആ വചനങ്ങൾ പറയുന്നത്, ആ സാക്ഷ്യം പറയുകയാണ്. അവൻ നിങ്ങളോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ബൈബിൾ വായിക്കുന്നതും നടന്നതും ക്രൂശിക്കപ്പെട്ടതും നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചതും അത് ഇസ്രയേലിനെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചതാണെങ്കിലും അവരെ വാഗ്ദത്തം ചെയ്ത ഭൂമിയിലേക്ക് നയിച്ചതാണെങ്കിലും എല്ലാ കാര്യങ്ങളും ദൈവം എന്തിനാണ് ചെയ്തത്? അത് ഇതിനു വേണ്ടിയാണ്. അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അതുകൊണ്ട് യേശു ഈ ഭൂമിയിൽ വന്നപ്പോൾ അവൻ ക്രൂശിൽ എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു. എന്തിനു വേണ്ടി? എന്നെയും നിങ്ങളെയും അവൻ വളരെയധികം സ്നേഹിക്കുന്നു. ഇന്ന് പ്രസംഗം തുടങ്ങുന്ന സമയത്ത് ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ എൻ്റെ സാക്ഷ്യം നിങ്ങളോട് കൂടെ സംസാരിക്കണമെന്ന്. നമ്മളെ യൂട്യൂബിൽ കേൾക്കുന്നവർക്ക് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ നോക്കാവുന്നതാണ്, എൻകൗണ്ടർ വിത്ത് ജീസസ്. അതിലെൻ്റെ സാക്ഷ്യമുണ്ട്. പക്ഷെ ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങളോട് കൂടെ വീണ്ടും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒരു കുടുംബത്തിൽ നിന്നാണ് വന്നത്. അവിടെ എനിക്കൊരു മൂത്ത സഹോദരിയും ഒരു ഇളയ സഹോദരനും എനിക്കുണ്ട്. എൻ്റെ മൂത്ത സഹോദരി ജനിച്ചതിന് ശേഷം എൻ്റെ ജനനം നടന്നപ്പോൾ എന്നോട് പറയുവാനിടയായി, എൻ്റെ പിതാവ് എന്നെ കാണാൻ വന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ ദേശത്തായിരിക്കുമ്പോൾ, ഇവിടെ എനിക്ക് മൂത്തൊരു സഹോദരിയായിരുന്നു. രണ്ടാമത് ഞാൻ വീണ്ടും ഒരു പെൺകുട്ടി ജനിച്ചപ്പോൾ ഇത്ര ഉത്സാഹമില്ലായിരുന്നു. 1-2 ആഴ്ചയ്ക്ക് ശേഷം ബറോഡ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ ജനിച്ചത്. അവിടെ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നെ കണ്ട് എന്നെ കരങ്ങളിൽ എടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല തിരിച്ചെന്നെ താഴെ വയ്ക്കാൻ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ ജനനത്തിന്റെ സമയത്ത് ഒരു പേര് വെക്കാറുണ്ട്. എനിക്കും ആ സമയത്ത് ഒരു പേര് ലഭിച്ചു. എൻ്റെ പേര് ഇതായിരുന്നു, യേശുമതി. ആ സമയത്തെ എൻ്റെ പേരിൽ യേശു ഉണ്ടായിരുന്നു. പപ്പ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം എന്നെ കരങ്ങളിലെടുത്ത് അദ്ദേഹം എനിക്കൊരു പുതിയ പേര് വെച്ചു. ആ പുതിയ പേര് ഇതായിരുന്നു, പ്രിയ. അതേ ശബ്ദമാണ് ദൈവം യേശുവിന് വേണ്ടി പറഞ്ഞത്. ഞാൻ എൻ്റെ കുടുംബത്തിൽ 3 സഹോദരങ്ങളിൽ 3 പേരിലും ഞാനായിരുന്നു എൻ്റെ പപ്പായ്ക്കും മമ്മിക്കും ഏറ്റവും പ്രിയപ്പെട്ടവൾ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കുടുംബങ്ങളിൽ അപ്പനും അമ്മയ്ക്കും ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടാവാം. പക്ഷെ അതിലൊരു കുഞ്ഞ് അങ്ങനെ ആയിരിക്കും, അവരുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരിക്കും. എല്ലാവരും എന്നോട് പറയാറുണ്ട്, ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ വളരെ സുന്ദരിയായിരുന്നു എന്ന്. ഞാൻ എൻ്റെ പപ്പയ്ക്ക് വളരെ അടുത്ത ആളായിരുന്നു. ഞാൻ എൻ്റെ പപ്പായുടെ ഏറ്റവും പ്രിയപ്പെട്ടവളായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ വേനൽ അവധിക്കാലത്ത് എൻ്റെ സഹോദരങ്ങളും അവർ രണ്ടുപേരും അവധി ആഘോഷിക്കാൻ മലകളിലേക്ക് പോകാറുണ്ട്. പക്ഷെ ഞാൻ പുറകോട്ട് നിൽക്കുമായിരുന്നു. ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു. എൻ്റെ പപ്പയുടെ കൂടെ ഞാൻ കൂടുതൽ സമയം ചെലവഴിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ കുടുംബത്തിലുള്ളത് അവരുടെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം മറ്റുള്ള കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായിരിക്കും. ആ പ്രിയപ്പെട്ട കുഞ്ഞ് എപ്പോഴും പപ്പയുടെയും മമ്മിയുടെ അടുത്ത് എപ്പോഴും ഒട്ടി നിൽക്കും. ചിലപ്പോൾ അവർ മറ്റുള്ള സഹോദരങ്ങളെ കുറിച്ച് കുറ്റങ്ങൾ വന്ന് പറയും. അവരുടെ എപ്പോഴും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ചിലപ്പോൾ അവരുടെ സഹോദരങ്ങൾ അവരെ ഓർത്ത് കുശുമ്പുണ്ടാവും അവർക്ക്. എന്തുകൊണ്ടെന്നാൽ എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷെ ഒരു പ്രത്യേക ബന്ധം ആ കുഞ്ഞിന് അവരുടെ മാതാപിതാക്കളുമായിട്ടുണ്ടായിരിക്കും. നിങ്ങൾക്കറിയാമോ, പ്രിയ എന്ന ശബ്ദത്തിന്റെ അർത്ഥം സ്നേഹിക്കപ്പെട്ടവൾ എന്നാണ്. നിങ്ങൾ ആരുടെയെങ്കിലും പ്രിയപ്പെട്ടവർ, നിങ്ങൾ അവരുടെ സ്നേഹത്തിന്റെ പാത്രമാണെന്നുള്ള അറിവില്ലാത്തിടത്തോളം ആവാൻ സാധിക്കുകയില്ല. നമുക്ക് ഒരാളുടെ പ്രിയപ്പെട്ടവരാവണമെങ്കിൽ 2 പേർക്ക് ഉണ്ടാവേണ്ടത് വളരെ ആവശ്യമാണ്. ഒരാൾ നിങ്ങൾക്ക് വളരെയധികം സ്നേഹം നൽകുന്നയാൾ. നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ദൈവവും നിങ്ങളെ
അവന്റെ പ്രിയ പുത്രന്മാരെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ഇതാണ്: ഒരാളുണ്ട് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നവർ. അവന്റെ എല്ലാ സ്നേഹത്തെയും ഗ്രഹിക്കുവാൻ വേണ്ടി നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ മറ്റുള്ള വെളിപ്പാടുകളോ അല്ലെങ്കിൽ മറ്റുള്ള അറിവുകളോ ഇല്ലായിരിക്കാം. പക്ഷെ ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ സത്യത്തിൽ എപ്പോഴും നിലനിൽക്കുക. പിതാവായ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. എൻ്റെ ഏറ്റവും വലിയ വിശ്രമം ഇതാണ്: എന്നെ സൃഷ്ടിച്ചത് ഞാൻ പിതാവിൻ്റെ സ്നേഹത്തെ ഗ്രഹിക്കുവാൻ വേണ്ടിയാണ്. ഞാൻ കാണാറുണ്ട് എൻ്റെ ജീവിതത്തിൽ എത്രയധികം കാര്യസാധ്യങ്ങൾ എനിക്കുണ്ടായോ, അത് രോഗത്തിൻ്റെ മുകളിലാണെങ്കിലും ക്യാൻസറിൻ്റെ മുകളിലാണെങ്കിലും എനിക്ക് സൗഖ്യം ലഭിച്ചത് ഇതുകൊണ്ടായിരുന്നു. ആ അടിസ്ഥാനം എൻ്റെ സത്യത്തിൽ ആയിരുന്നു. അതിതായിരുന്നു. ചിലപ്പോൾ മറ്റുള്ളവർക്ക് സംഭവിച്ചിരിക്കാം, എനിക്കത് നടന്നില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവായ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഇതാണ് ഒരു അടിസ്ഥാനം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ ഈ ചിന്തയോടുകൂടെ ഉറങ്ങുക: നിങ്ങൾ പിതാവിൻ്റെ സ്നേഹത്തിൻ്റെ പാത്രമാണ്. നിങ്ങൾ ചുറ്റും നിങ്ങൾക്ക് നോക്കാൻ സാധിക്കാം, പക്ഷേ ആളുകൾക്ക് അത് ലഭിച്ചിട്ടില്ലായിരിക്കാം. നിങ്ങൾക്കത് ലഭിക്കും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ്. അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അവൻ നമ്മളെ പുത്രന്മാരെന്ന് മാത്രമല്ല പറഞ്ഞത്, നമ്മളെ അവൻ്റെ പ്രിയ പുത്രന്മാരെന്നാണ് പറഞ്ഞത്. ഒരു പ്രിയ പുത്രൻ ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവർ വിലപ്പെട്ടതാണ് അവരുടെ പിതാവിന് വേണ്ടി. നമ്മൾക്ക് ബൈബിളിൽ കാണാൻ സാധിക്കും പഴയ നിയമത്തിൽ യോസഫിനെ കുറിച്ച്. യോസഫിന് അവൻ്റെ പിതാവിൽ നിന്ന് വളരെ നിറങ്ങളുള്ള ഒരു അങ്കി ലഭിക്കുവാനിടയായി സമ്മാനമായിട്ട്. പിതാവിലൂടെ അവനെ തിരഞ്ഞെടുത്തു. അവൻ്റെ പ്രിയ പുത്രനായിരുന്നു. ഞാൻ നിങ്ങളെ എല്ലാവരെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്: നിങ്ങളെയും എന്നെയും പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രന്മാരായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം നിങ്ങൾ ഒരു വിശ്രമം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കുടുംബത്തിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ ഞങ്ങൾ 3 സഹോദരങ്ങളായിരുന്നു. 18 വയസ്സായപ്പോൾ ഞാൻ രോഗിയായി തീരുവാനിടയായി. ആ സമയത്ത് രോഗിയായപ്പോൾ എനിക്കറിയാമായിരുന്നു എൻ്റെ പപ്പ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ അദ്ദേഹം ആഗ്രഹിച്ചിട്ടും ഒന്നും ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അദ്ദേഹത്തിന് അറിയത്ത് പോലുമില്ലായിരുന്നു എനിക്ക് അനോറോക്സിയ എന്ന് പറയുന്ന ഒരു രോഗമാണ് എന്ന്. ആ സമയത്തായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു യഥാർത്ഥ ദൈവത്തെ തിരയാൻ തുടങ്ങിയത്. ഞാൻ അങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് യേശുവിനെ ലഭിക്കുവാനിടയായി. ഞാൻ ബൈബിൾ പഠിക്കുവാൻ തുടങ്ങി. എൻ്റെ ഏറ്റവും വലിയ വിശ്രമം ഇതായിരുന്നു: എനിക്കിപ്പോൾ അറിയാം ഞാനിപ്പോൾ എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ കുടുംബത്തിലേക്ക് ഞാൻ തിരിച്ചെത്തിയിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, എൻ്റെ കുടുംബത്തിൽ എനിക്ക് വളരെയധികം സ്നേഹം ലഭിച്ചു. പക്ഷെ എന്നിട്ടും എൻ്റെ ഈ ലോകത്തിലുള്ള പിതാവും നികത്താൻ കഴിയാത്തൊരു ശൂന്യത ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു. ഇതെൻ്റെ വിശ്വാസമായിരുന്നു. ആ ശൂന്യത നമ്മുടെ സ്വർഗീയ പിതാവ് മാത്രമേ അത് നിറയ്ക്കാൻ സാധിക്കുകയുള്ളൂ. ആ സമയത്ത് യേശുവിൽ ഞാൻ വിശ്വസിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കുവാനിടയായി, യേശു എന്നെക്കുറിച്ച് എല്ലാം അറിയുന്നു, ഈ സൃഷ്ടിയുടെ തുടക്കം മുതൽ. പക്ഷെ ഞാൻ അവനെക്കുറിച്ചൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ അറിയാമായിരുന്നുള്ളൂ: ഇപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിക്കുന്നു. ഇന്നും ഇതാണ് സത്യം. ഞാൻ ഉറങ്ങാൻ പോകാറുള്ളപ്പോൾ ഈ ചിന്തയോടെ, ഈ അറിവോടെയാണ് ഞാൻ ഉറങ്ങാറുള്ളത്: എൻ്റെ സ്വർഗീയ പിതാവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ആ മേഖലകളിലും എൻ്റെ ചിന്തയ്ക്കതീതമായിട്ടുള്ള കാര്യങ്ങളിലും ആ അവസ്ഥയിലും എനിക്കറിയാം എൻ്റെ പിതാവായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നുവെന്ന്. പല കാര്യങ്ങളിലും എനിക്ക് വെളിപ്പാടുകളിൽ എന്താണെങ്കിൽ സംഭവിച്ചതെന്ന്. പക്ഷേ പിതാവ് എപ്പോഴും പറയുന്നു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വളരെയധികം സ്നേഹിക്കുന്നത് കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ ഞാൻ പിതാവിലാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെതാണ്. ഞാൻ രോഗിയായിരുന്നപ്പോൾ എൻ്റെ ലോകത്തിലെ പിതാവില്ല, പക്ഷെ എൻ്റെ സ്വർഗീയ പിതാവ് എനിക്ക് രോഗസൗഖ്യം നൽകുവാനിടയായി. ഞാൻ യേശുവിനെ കണ്ടുമുട്ടിയപ്പോൾ, ഞാൻ രോഗിയായിരുന്നപ്പോൾ ഞാൻ വളരെ കുറച്ച് ഭക്ഷണമേ കഴിക്കുകയുള്ളായിരുന്നു. യേശു എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോൾ ഞാൻ വേറൊരു കാര്യവും കണ്ടില്ല. പക്ഷെ ഞാൻ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ബ്രെഡ് എടുത്തു, ബട്ടർ എടുത്തു. എനിക്കിത് മാത്രമേ അറിയത്തുള്ളായിരുന്നു. വചനത്തിൽ എഴുതിയിരിക്കുന്നു, ക്രിസ്ത്യാനികൾ അവർ കാണുന്നതിലൂടെയല്ല, അവർ വിശ്വാസത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. യേശു എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ അവൻ്റെ വചനത്തെ ഞാൻ കേൾക്കുക മാത്രമല്ല, അത് കേട്ട് ഞാൻ വിശ്വസിച്ചു. ആ വചനത്തിൽ ഞാൻ സഞ്ചരിക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഞാൻ കാണുവാനിടയായി, കണ്ണാടിയിൽ പോയി എൻ്റെ വെയിറ്റ് പിന്നെയും കൂടുന്നത്. ഞാൻ 8 മാസത്തോളം ഞാൻ പിന്നെ കണ്ണാടിയുടെ മുമ്പിൽ പോയി നോക്കിയില്ല. എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രൻ ആയിരിക്കുമ്പോൾ ആ പുത്രൻ ചുറ്റുമുള്ള കാര്യങ്ങളെ നോക്കിയല്ല, വചനം എന്താണ് അവരെക്കുറിച്ച് പറയുന്നത് അതിൽ വിശ്വസിച്ച് ആണ് ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. എന്തുകൊണ്ടെന്നാൽ ആ 8 മാസം കൊണ്ട് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ശരീരത്തിൻ്റെ കേന്ദ്രീയമായ കാര്യം എന്ന് പറയുന്നത് വചനം സത്യമല്ല എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. 8 മാസത്തിന് ശേഷം അത്ഭുതകരമായ രീതിയിൽ ഞാൻ സൗഖ്യം പ്രാപിപ്പാനിടയായി. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അറിയുവാനിടയായി ഒരു ദുഷ്ട ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നതും ഞാൻ തന്നെത്താൻ എൻ്റെ ശരീരത്തിൽ ഒരു വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ എനിക്കുണ്ടാകുവാനും ഇടയായി.
ഇങ്ങനെ പഠിപ്പിക്കുവാനിടയായി. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യമാകും, ദുഷ്ട ആത്മാക്കളെ പുറത്താക്കും. പക്ഷെ എനിക്ക് രോഗസൗഖ്യം ലഭിച്ചു. അപ്പോൾ എനിക്കൊരു ക്രിസ്ത്യൻ കൂട്ടുകാർ പോലുമില്ലായിരുന്നു. എന്തിലൂടെയാണ് എനിക്ക് വിടുതൽ ലഭിച്ചത്? ബൈബിളിൽ എഴുതിയിരിക്കുന്നു, സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ ബിലവഡ് ചർച്ചിൽ വരികയും വചനം കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരിക്കാം. ഈ വചനമാണ് സത്യമായത് നിങ്ങളെ വിടുവിക്കുന്നത്. പക്ഷെ എനിക്കറിയാമായിരുന്നു ആരോ ഉണ്ട് എന്നോട് സംസാരിക്കുന്നു, ഞാൻ തിരിച്ച് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നു എന്ന്. ആ ദിവസം എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ക്രിസ്മസിന് 3 ദിവസം മുമ്പ് ആ ശബ്ദം പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞാൻ കേൾക്കുവാനിടയായി. ഞാൻ നിന്റെ പ്രാർത്ഥന ആ സമയത്ത് തന്നെ കേട്ടിരുന്നു. നീ നിന്നെ തന്നെ താഴ്ത്തി എൻ്റെ ശബ്ദം കേൾക്കാൻ വേണ്ടി തയ്യാറായപ്പോൾ. അതിൻ്റെ അടുത്ത ദിവസം ഞാൻ 5 മിനിറ്റത്തേക്ക് ഞാൻ ഉറങ്ങി. അപ്പോൾ എനിക്ക് തോന്നി ഞാൻ അരമണിക്കൂറത്തേക്ക് ഉറങ്ങിയെന്ന്. എന്തുകൊണ്ടെന്നാൽ എനിക്ക് അങ്ങനെ തോന്നി, എൻ്റെ മുകളിലുണ്ടായിരുന്ന ഒരു വലിയ ഭാരം എൻ്റെ മുകളിൽ നിന്ന് പോയി എന്ന്. ഞാൻ ആ ദുഷ്ടാത്മാവിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വചനത്തിലൂടെ മാത്രം. ഞാൻ വചനം കേട്ട് ആ സത്യത്തിൽ ഞാൻ നിലനിന്നതുകൊണ്ട് ആ സത്യം എൻ്റെ അകത്ത് വരുവാനിടയായി. ആ സത്യത്തിലൂടെ ഞാൻ വിടുതൽ പ്രാപിക്കുവാനിടയായി. എന്തുകൊണ്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ജീവിതം വചനത്തിൽ അധിഷ്ഠിതമായിരിക്കണമെന്ന്? ഞാൻ 8 മാസം ഞാൻ രോഗിയായിരുന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ വചനം കേൾക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. ഈ ഒരേ ഒരു സത്യം എന്നിൽ നിലനിന്നു. എനിക്ക് മറ്റുള്ള വെളിപ്പാടുകളില്ലായിരുന്നു. എനിക്ക് ഇത്ര മാത്രം അറിയത്തുള്ളായിരുന്നു, പിതാവായ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു, ഞാൻ തിരിച്ചെൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ എത്തിയിരിക്കുന്നു. അതായിരുന്നു എല്ലാ കാര്യങ്ങളിലും എന്നെ വിടുതലിലേക്ക് നയിച്ചത്. ഞാൻ എൻ്റെ ശരീരത്തിൻ്റെ കേന്ദ്രീയം, എൻ്റെ ശരീരത്തിൻ്റെ കണ്ണിനെ ഞാൻ അടച്ചപ്പോൾ ആ സമയമായിരുന്നു വചനം എന്നെ വിടുവിച്ചത്. നിങ്ങൾക്കറിയാമോ, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, സ്വർഗരാജ്യം എന്ന് പറയുന്നത് വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശ്യമാണെന്ന്. അതൊരു മനുഷ്യൻ കണ്ട് മറിച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ആ നിധി കാരണം ആ സ്ഥലത്തുണ്ടായിരുന്നത്. ഈ സമയത്ത് യേശു എൻ്റെ ജീവിതത്തിൽ വന്നു. എനിക്ക് മനസ്സിലാകുവാൻ ഇടയായി. ഞാൻ ആ നീതി പ്രാപിച്ചു. ഇപ്പോൾ ആരും ഈ നിധി എന്നിൽ നിന്ന് ദൂരേക്ക് കൊണ്ടുപോകാൻ സാധിക്കില്ല. ഈ ലോകത്ത് എല്ലാ മാതാപിതാക്കളും എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഈ അറിവ് എനിക്ക് ഉള്ളിൽ വരുവാനിടയിൽ ഒരു സ്വർഗീയ പിതാവുണ്ട്. അവൻ എന്നെ സ്നേഹിക്കുന്നു. അവനിൽ നിന്ന് ആർക്കും എന്നെ അകറ്റുവാൻ സാധിക്കില്ല. 2004 എൻ്റെ പിതാവ് യേശുവിൻ്റെ അടുത്തേക്ക് പോയി. ആ സമയത്ത് ഞാനൊരു പതറിപ്പോവാനിടയായില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്വർഗീയ പിതാവിലായിരുന്നു. നിങ്ങളുടെ അടിസ്ഥാനം സത്യത്തിലാകുമ്പോൾ പിതാവായ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കും. അപ്പോൾ ഒന്നും നിങ്ങളെ തൊടുവാനിടയാകില്ല. അത് ആ വീടിനോട് സദൃശ്യമാണ്, പാറമേൽ അടിസ്ഥാനമുള്ള വീട്. ഒരു പരിപൂർണനായ പുത്രൻ ഇതറിയുന്നു, അവൻ്റെ പിതാവ് അവനെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. നമ്മൾ സാക്ഷ്യത്തിൽ കേട്ടതുപോലെ ഹീര് പൂർണ്ണമായി വിശ്വാസം പിതാവിൽ വെച്ചു. അവൻ്റെ പിതാവ് അവൻ്റെ ജീവിച്ചോണ്ടിരിക്കുന്നത് അവന് കാണുവാനിടയായി. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ ആഴ്ച പ്രശ്നം എൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു പിതാവുണ്ട്, അവനോട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കും, അവനോട് നിങ്ങൾക്ക് സംസാരിക്കാൻ സാധിക്കും. അവൻ്റെ അടിസ്ഥാനം പിതാവിൽ അടിസ്ഥാനപ്പെട്ടതായിരുന്നപ്പോൾ അനുഭവം പിതാവിൽ നിന്ന് അവന് ലഭിക്കുവാനിടയായി. ആ അനുഭവത്തിലൂടെ ആ ബന്ധത്തിൽ കൂടുതൽ വരുന്നത് അവന് കാണുവാനിടയായി. ബൈബിളിൽ നിങ്ങൾക്കറിയാമോ, യോഹന്നാനെ കുറിച്ച് നമ്മൾക്ക് കേൾക്കാൻ സാധിക്കും. യേശുവിൻ്റെ ശിഷ്യനായിരുന്നത്. അവനെക്കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നത് യേശുവിൻ്റെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവസാന അത്താഴത്തിലിരുന്നപ്പോൾ യോഹന്നാൻ യേശുവിൻ്റെ അടുത്തിരുന്നപ്പോൾ പത്രോസും യോഹന്നാനോട് പറയുകയാണ്, നീ ഗുരുവിനോട് ചോദിക്കുക, ആരാണ് നിന്നെ ഒറ്റുകൊടുക്കുന്നത് എന്ന്. നമുക്ക് കാണാൻ സാധിക്കും, മറ്റുള്ള ശിഷ്യന്മാരിൽ അത്രയും ധൈര്യമില്ലായിരുന്നു നേരെ പോയി യേശുവിനോട് ചോദിക്കാനുള്ള. പക്ഷെ യോഹന്നാനിൽ അതുണ്ടായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ ഒരു പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ചിലപ്പോൾ മറ്റുള്ള സഹോദരങ്ങൾ ഒരു സഹോദരനോട് പറയും, നീ ചെന്ന് പപ്പയോട് അത് പോയി ചോദിക്കുക. എന്തുകൊണ്ടെന്ന് അവർക്ക് തോന്നാറുണ്ട്, ഇവൻ്റെ കൂടുതൽ അവർ കേൾക്കുമെന്ന്. എന്തുകൊണ്ടാണ് അങ്ങനെ ആവുന്നത്? അവർക്ക് എന്താണ് അങ്ങനെ തോന്നുന്നത്? നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പ്രിയപ്പെട്ട കുട്ടി മറ്റുള്ളവരിൽ നിന്നും പിതാവുമായി ഒന്നായിരിക്കുകയാണ്. പക്ഷേ ഒരു ധൈര്യമുള്ള ആൾ മാത്രമേ പിതാവിനോട് ചെന്ന് നേരിട്ട് ചോദിക്കുകയുള്ളൂ. എനിക്ക് തോന്നാറുണ്ട്, ആ പ്രിയപ്പെട്ട കുട്ടി ആ പിതാവുമായി കൂടുതൽ സമയം ചിലവഴിക്കുന്ന ആളാണ്. പിതാവിനുമായി കൂടുതൽ അടുത്തായിരിക്കും, എപ്പോഴും ആ ആളിൽ എപ്പോഴും ആശ്രയിച്ചിരിക്കും. അതുകൊണ്ടാണ് ആ ബന്ധം അവർക്ക് ലഭിക്കുന്നത്. ഞാൻ വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ പിതാവിൻ്റെ പ്രിയപ്പെട്ട പുത്രന്മാരാണ്, അവൻ്റെ സ്നേഹത്തിൻ്റെ പാത്രങ്ങൾ. എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും നിങ്ങളെ വിജയത്തിന് മുകളിൽ കാണാൻ സാധിക്കും. ആ സ്നേഹം യേശു എന്നെയും നിങ്ങളെയും ചെയ്തത്. നിങ്ങൾ എത്രയധികം ഈ അറിവിൽ ഉണരുന്നോ, ഈ സത്യത്തിൽ നിങ്ങൾ ഉണരുന്നോ,
പിതാവായ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്, എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അവൻ്റെ സ്നേഹത്തെ അനുഭവിക്കാൻ സാധിക്കും. അത് മറ്റുള്ളവർക്ക് നടന്നില്ലെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് മാത്രം. എന്തുകൊണ്ടെന്നാൽ ഞാൻ അവൻ്റെ പ്രിയപുത്രനാണ്. വരും നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-17 വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. യേശു സ്നാനമേറ്റ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നുവെന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. ദൈവം ഇവൻ എൻ്റെ പുത്രൻ എന്ന് മാത്രമല്ല അവിടെ പറഞ്ഞത്. ദൈവം പറയുകയാണ് ഇവൻ എൻ്റെ പ്രിയപുത്രൻ. പ്രിയ എന്നുള്ളതിന്റെ അർത്ഥം ഇതാണ്, ഒരാളുണ്ട് അവനോട് കൂടെ. ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഞാനും നിങ്ങളും അവൻ്റെ പ്രിയപുത്രന്മാരാണ്. അതുകൊണ്ടാണ് നമ്മുടെ ചർച്ചിന്റെ പേരും ബിലവെഡ്. അതിന്റെ അർത്ഥവും പ്രിയ എന്നാണ്. എന്തുകൊണ്ടെന്നാൽ ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് അവൻ്റെ സ്നേഹം നമ്മളിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. നമ്മൾ എന്താണ് ഒരു മാതാപിതാക്കളിലും അവരുടെ മക്കളിലും കാണുന്നത്? അവർ മക്കൾ എന്തുകൊണ്ടാണ്? ആ മാതാപിതാക്കൾ അവരുടെ സ്നേഹം അവരിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയാണ്. എൻ്റെ വിശ്വാസമാണ് ഇന്ന് വചനം കേൾക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ വളരെ വലിയൊരു അത്ഭുത കാര്യം നടക്കുന്നത് അവർ കാണും. എന്തുകൊണ്ടെന്നാൽ വചനത്തിൽ ജീവനും ശക്തിയുമുണ്ട്. എത്രയധികം നമ്മൾ ഈ സത്യത്തിൽ നിലനിൽക്കുന്നോ, പിതാവായ ദൈവം നിങ്ങളെ വളരെ സ്നേഹിക്കുന്നു എന്നുള്ളതിൽ നിങ്ങൾ ആ സത്യത്തെ അധികമായി അനുഭവിക്കാൻ തുടങ്ങും. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം തൻ്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു കടയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ആ കടക്കാരന് പൈസ കൊടുക്കാറുണ്ട്. എന്തിന്? നിങ്ങൾക്ക് ആ സാധനം ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ധനം കൊടുക്കുന്നത് അതിലും വിലയുള്ളൊരു സാധനം നമുക്ക് ലഭിക്കുന്നത് കൊണ്ടാണ്. ഈ കാര്യം സത്യമാണ്. ദൈവം പിതാവ് യേശുവിനെ വളരെയധികം സ്നേഹിച്ചിരുന്നു. അതിന് തുല്യമായതൊന്നുമില്ല. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പിതാവായ ദൈവം സ്വന്തം പുത്രനെ എനിക്കും നിങ്ങൾക്കും വേണ്ടി നൽകി. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ. അവനിൽ വിശ്വസിക്കുന്നതിന് ന്യായവിധിയില്ല. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കാഴികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ആ വചനത്തിൽ നമ്മൾ വായിച്ചു, ഉൽപ്പത്തിയിൽ ആദം പാപം ചെയ്തപ്പോൾ ആ പാപത്തിൽ അവൻ വീണുപോയി. ഒരു ദോഷമുള്ള ഹൃദയം അവന്റെ ഉള്ളിലേക്ക് വരുവാനിടയായി. അവനൊരു കർമ്മയുടെ ചക്രത്തിലകപ്പെട്ടു. പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിൽ അവൻ വന്നു. അതുകൊണ്ട് പിതാവായ ദൈവം അവന്റെ ഏകജാതനായ പുത്രനെ അയക്കുകയാണ്. എന്നെയും നിങ്ങളെയും, ഞാനും നിങ്ങളെ വീണ്ടും ദോഷികളാകാതിരിക്കാൻ വേണ്ടി നമ്മളെ അവൻ വേർപെടുത്തുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ട് മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളത് ആകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചോ തന്നെ. തിന്മ പ്രവർത്തിക്കുന്നവനെല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തന്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിങ്കിലേക്ക് വരുന്നതുമില്ല. സത്യം പ്രവർത്തിക്കുന്നവനോ തന്റെ പ്രവൃത്തി ദൈവത്തിൽ ചെയ്തിരിക്കയാൽ അത് വെളിപ്പെടേണ്ടതിന് വെളിച്ചത്തിങ്കിലേക്ക് വരുന്നു. ഇതിന്റെ ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? ദൈവം ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെയും അവൻ സ്നേഹിച്ചു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിന്റെ 16-ാം അധ്യായം. ഇവിടെ നമുക്ക് വായിക്കാൻ സാധിക്കും, വചനത്തിൽ യേശു അവന്റെ ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ്. ക്രൂശിൽ പോകുന്നതിന് മുമ്പ് യേശു ആദ്യം തന്നെ അവന്റെ ശിഷ്യന്മാരോട് എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. അവൻ ചെയ്യാൻ പോകുന്ന കാര്യം. അവൻ ഒരിക്കലും നമ്മെ ഒറ്റയ്ക്ക് വിടുകയില്ല. യേശു ആദ്യം തന്നെ അവന്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ഞാൻ ക്രൂശിൽ ഞാൻ പോകും, ഞാൻ മരണത്തെ സഹിക്കും, 3 ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ചു ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന്. 21-ാം വാക്യം നമുക്ക് വായിക്കാം. സ്ത്രീ പ്രസവിക്കുമ്പോൾ തന്റെ നാഴിക വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖമുണ്ട്. കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ഒരു മനുഷ്യൻ ലോകത്തിലേക്ക് പിറന്നിരിക്കുന്ന സന്തോഷ നിമിത്തം അവൾ തന്റെ കഷ്ടം പിന്നെ ഓർക്കുന്നില്ല. അങ്ങനെ നിങ്ങൾക്കും ഇപ്പോൾ ദുഃഖമുണ്ട് എങ്കിലും ഞാൻ പിന്നെയും നിങ്ങളെ കാണും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നിങ്ങൾ എത്ര പേരുണ്ട് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ പറയുകയാണ്, ഒരു സന്തോഷമുണ്ടോ ദൈവത്തിൽ നിന്നും എനിക്ക് ലഭിച്ചത്? ആ സന്തോഷം ആരും എന്നിൽ നിന്ന് എടുത്തു കളയില്ല. എന്തൊക്കെ സാഹചര്യം വന്നാലും ആ സന്തോഷം എപ്പോഴും എന്നിൽ നിലനിൽക്കുമെന്ന്. ഓരോ ദിവസവും ഞാൻ ആ സന്തോഷത്തിൽ ജീവിക്കുന്നത് ഞാൻ കാണുന്നു. എന്തുകൊണ്ടെന്നാൽ മറ്റുള്ള ആളുകൾക്ക് ആ സന്തോഷം കാണാൻ സാധിക്കുന്നില്ലായിരിക്കും. പക്ഷെ ഞാൻ ഈ കാര്യത്തിൽ വളരെ സന്തോഷവതിയാണ്. ഈ ആനന്ദം എപ്പോഴും എന്നത്തേക്കും എന്നിൽ ജീവിക്കുന്നതാണ്. അത് എന്നിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ സാധിക്കില്ല. 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല.
നിങ്ങൾക്കറിയാമോ, യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ അവൻ ഏകജാതനായ ദൈവത്തിന്റെ പുത്രനായിരുന്നു. യേശു മരണത്തെ തോൽപ്പിച്ചവൻ ജീവിച്ചെഴുന്നേറ്റപ്പോൾ അവൻ ആദ്യ ഏകജാതനല്ല, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, പിന്നെ അവൻ വളരെയധികം സഹോദരന്മാർക്ക് ആദ്യജാതനായി തീർന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ശിഷ്യന്മാർ ഈ രീതിയിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, എന്തെങ്കിലും സാഹചര്യം വന്നാൽ അവർ ഓടി യേശുവിൻ്റെ അടുത്തേക്ക് പോകും. അങ്ങ് ഇതിനെ ശരിയാക്കുമെന്ന് പറയും. അതുകൊണ്ട് യേശു ഇവിടെ പറയുകയാണ് അവൻ്റെ ശിഷ്യന്മാരോട്, അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും അവൻ എൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് തരും. ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പിൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെണ്ണം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കറിയാമോ, ഇവിടെ ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ മാതാപിതാക്കൾ അവൾക്കെല്ലാം കൊടുക്കാറുണ്ട്, ആ കുഞ്ഞിൻ്റെ സന്തോഷം പൂർണ്ണമാകുവാൻ വേണ്ടി. ആ കുഞ്ഞിനെ സന്തോഷമുള്ളവളായി കാണുമ്പോൾ അതേ സന്തോഷം ആ മാതാപിതാക്കൾക്കും സന്തോഷം നൽകുവാനിടയാകും. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, എൻ്റെ മക്കൾ ഫലം ഉത്ഭവിപ്പിക്കുമ്പോൾ സ്വർഗവും ആനന്ദിക്കുമെന്ന്. സ്വർഗം നിങ്ങളെ ജീവനിൽ കാണുമ്പോൾ, നിങ്ങളെ സാക്ഷ്യത്തോടെ കാണുമ്പോൾ, പിതാവായ ദൈവത്തിന്റെ സന്തോഷം എന്നിലും നിങ്ങളിലും പൂർണ്ണമാകുവാനിടയാകും. മുന്നോട്ട് നമുക്ക് വായിക്കാം. അതിന്റെ 25-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇത് ഞാൻ സദൃശ്യമായി നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു, എങ്കിലും ഞാൻ ഇനി സദൃശ്യമായി നിങ്ങളോട് സംസാരിക്കാതെ പിതാവിനെ സംബന്ധിച്ച് സ്പഷ്ടമായി നിങ്ങളോട് അറിയിക്കുന്ന നാഴിക വരുന്നു. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കും, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് അപേക്ഷിക്കും എന്ന് ഞാൻ പറയുന്നില്ല. യേശു ഇവിടെ പറയുകയാണ്, പിന്നെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുകയില്ല, പിതാവേ ഇവർക്ക് ഈ കാര്യം ചെയ്തു കൊടുക്കണമെന്ന്. പക്ഷേ യേശു പറയുകയാണ്, നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു എന്ന് വിശ്വസിച്ചിരിക്കുകൊണ്ട് പിതാവ് താനെ നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. യേശു ഈ ലോകത്തിലേക്ക് വന്നത് ആ ബന്ധം പുനഃസ്ഥാപിക്കാനാണ്, പിതാവിന്റെയും നിങ്ങളുടെയും എന്റെയും ഇടയിലുള്ളത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ പിതാവിനോട് ചോദിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഒരു കുടുംബത്തിൽ പ്രിയപ്പെട്ടവളായിരിക്കുന്ന കുഞ്ഞിനോട് പറയാറുണ്ട് മറ്റു കുട്ടികൾ ചെന്ന് പിതാവിനോട് സംസാരിക്കാൻ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആരുടെ ബന്ധമാണ് വീണ്ടും ഒന്നുകൂടെ ബലമുള്ളതാകുന്നത്, ദൃഢമാകുന്നത്. ആ പ്രിയപ്പെട്ട കുഞ്ഞിന്റെ. മറ്റുള്ള കുഞ്ഞുങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും, പിതാവ് ഞങ്ങളെ അത്രയധികം സ്നേഹിക്കുന്നില്ല എന്ന്. നിങ്ങൾക്കറിയാമോ, ആ പ്രിയപ്പെട്ട കുട്ടി, ആ കുട്ടിയുടെ അകത്ത് ആ ധൈര്യമുണ്ട് എന്തും പിതാവിനോട് പോയി ചോദിക്കാനുള്ളതും പറയാനുള്ളതുമായ. എന്തുകൊണ്ടെന്നാൽ ആ കുഞ്ഞിനറിയാം ആ പിതാവിന്റെ പ്രിയപ്പെട്ട പുത്രനാണ് ആ കുഞ്ഞ് എന്ന്. ഇതേ സത്യമാണ് ഞാൻ നിങ്ങളുടെ ജീവിതത്തിലും ഘോഷിക്കാൻ ആഗ്രഹിക്കുന്നത്. പിതാവ് പറയുകയാണ്, നീ എൻ്റെ പ്രിയപുത്രനാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ, ഞാൻ യേശുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കറിയാമായിരുന്നു, ആ സമയത്ത് ഞാൻ TV-യിൽ സുവിശേഷം കേൾക്കുമായിരുന്നു, ആളുകളുടെ സാക്ഷ്യങ്ങൾ ഞാൻ കേൾക്കുമായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടു വളരെയധികം രോഗികൾ സൗഖ്യമാകുന്നത്. അവരുടെ സൗഖ്യം കണ്ടിട്ട് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ശരീരത്തിൽ സൗഖ്യം വന്നിട്ടില്ലായിരുന്നു. ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. ആ 8 മാസം എനിക്ക് ഇങ്ങനെ തോന്നി, ഞാൻ ചിലപ്പോൾ പിതാവിന്റെ പ്രിയപുത്രിയല്ലായിരിക്കാം. ആ സമയത്തോളം എനിക്ക് എൻ്റെ ശരീരത്തിൽ രോഗസൗഖ്യമില്ലായിരുന്നു. പക്ഷെ എനിക്ക് വിശ്വാസമുണ്ടായിരുന്നു, ഞാൻ തിരിച്ച് എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളത്, പിതാവിനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളതും. ഞാൻ ആ സത്യത്തിൽ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ, എന്തുകൊണ്ടെന്നാൽ അതാണ് സത്യം. നിങ്ങൾക്കറിയാമോ, ആ പ്രിയ എന്നുള്ളതിന്റെ ഭാഗം നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങൾ സത്യത്തിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. നിങ്ങൾ ഇന്നു മുതൽ വിശ്വസിക്കാൻ തുടങ്ങുക, നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപുത്രന്മാരാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമല്ല എന്ന്, എല്ലാ സാഹചര്യങ്ങളും അതിന് വിപരീതമായിരിക്കാം. പക്ഷെ ഇതെന്റെ വിശ്വാസമാണ്. ആത്മീയ മേഖല അറിയുമ്പോൾ ഒരു കാര്യത്തിനും ഈ സത്യത്തെ ഇവരുടെ മനസ്സിൽ നിന്ന് മാറ്റുവാൻ സാധിക്കുകയില്ല എന്ന്. അപ്പോൾ എല്ലാ സാഹചര്യങ്ങളും ആ സത്യത്തോടു കൂടെ ഒന്നാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാ അസാമാന്യമായുള്ള കാര്യങ്ങളും സാമാന്യമായി മാറാൻ തുടങ്ങും. ഏറ്റവും ആദ്യം നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കുക, നിങ്ങൾ അവന്റെ പ്രിയപുത്രനാണ് എന്നുള്ളതിൽ. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ അനുഭവങ്ങളും ആ സത്യത്തോടു കൂടെ ഒന്നാവുന്നത്. ഇന്നലെ എനിക്കൊരു ഫോൺ വരുവാനിടയായി. അവർ ഈ ബിലവഡിന്റെ വചനങ്ങൾ കേൾക്കാറുണ്ട്. അവരെന്നോട് പറഞ്ഞു, പ്രിയ, ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ പഠിപ്പിച്ചതുപോലെ പിതാവിന്റെ ഇഷ്ടമാണ് നമ്മുടെ അകത്തുള്ളത്. ഞാനും യേശുവും ഇപ്പോൾ ഒന്നാണ്. ഞാൻ ഒരു വീട് കാണുവാനിടയായി. എനിക്ക് വളരെയധികം ആ വീട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതെൻ്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെടുവാനിടയായി. എനിക്ക് വളരെ ദുഃഖം തോന്നുന്നു. അങ്ങനെ ഒരു കാര്യം കൂടി എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ അതെനിക്ക് ലഭിച്ചില്ല. എനിക്ക് തോന്നുകയാണ് ചിലപ്പോൾ ദൈവം എന്നിലില്ല എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അവരോട് പറയുവാനിടയായി, നിങ്ങൾ ആദ്യം വചനത്തിൽ വിശ്വസിക്കണം. യേശു എന്നിൽ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അനുഭവം എന്ത് തന്നെയായാലും,
എന്തുകൊണ്ടെന്നാൽ നമ്മൾ മറ്റൊരാളെ കണ്ടിട്ടല്ല വിശ്വസിക്കുന്നത്. നമ്മൾ സത്യത്തെ ദൈവത്തിന്റെ വചനത്തിൽ മാത്രമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ലോകത്തിൽ ആ നമ്മളുടെ തിരിച്ചറിവിനെ കളയാനുള്ളതായിരിക്കും ഉണ്ടാകുന്നത്. യേശു നിങ്ങളിലുണ്ടോ എന്ന് ചോദിക്കുന്ന അനുഭവങ്ങളായിരിക്കും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വിശ്രമത്തിലായിരിക്കുക. നിങ്ങൾ ആ സമാധാനത്തിന്റെ സ്ഥലത്ത് നിങ്ങൾ നിലനിൽക്കുക. ഒരു വീട് പോയാൽ നിങ്ങൾക്ക് വേറൊരു അതിലും നല്ല വീട് ദൈവം തരും. നിങ്ങൾ വിശ്വസിക്കുക, യേശു, ആ സത്യത്തിൽ വിശ്വസിക്കുക, യേശു നിങ്ങളിലുണ്ട് എന്നുള്ള കാര്യത്തിൽ. നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്ന് കരുതുന്നു. ഞാൻ എൻ്റെ അനുഭവങ്ങളെ നോക്കിയല്ല വചനത്തിൽ വിശ്വസിക്കുന്നത്, പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു അത് സത്യവും എൻ്റെ പിതാവിലൂടെ ആയിരിക്കുന്നത് കൊണ്ട്. ഞാൻ ഇതിൻ്റെ മുമ്പിൽ എനിക്ക് സൗഖ്യം ലഭിക്കുന്നതിന് മുമ്പേ ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി ഞാൻ അവൻ്റെ പ്രിയപുത്രനാണെന്നുള്ള കാര്യം. ഞാൻ ഈ കാര്യം കാണുവാനിടയായി. പിതാവ് എപ്പോഴും എന്നോട് കൂടെയുണ്ട്. ഏത് സാഹചര്യത്തിലും ഞാൻ ജയാളിയേക്കാൾ മുകളിലാണെന്നുള്ളത് കാണുവാൻ തുടങ്ങി. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം. ഇതിനു മുമ്പ് നമ്മൾ ഈ 17-ാം അധ്യായം വായിക്കുന്നതിന് മുമ്പ് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ പിതാവിൻ്റെ അടുത്ത് നേരെ ഒരു ബന്ധത്തിലേക്ക് പോകുക. നിങ്ങളുടെ ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ പിതാവിൽ മാത്രം ആശ്രയിക്കുക. നിങ്ങൾ അങ്ങനെ ചെയ്യാൻ തുടങ്ങുമ്പോൾ പിതാവ് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ആ ജീവൻ ലഭിക്കുവാനിടയാകും. ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളോടുകൂടെ പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ചർച്ചിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു സഹോദരിയുണ്ട്. അവളെ ഞാൻ 9-10 വർഷം മുമ്പേ ഞാൻ അവളെ അറിയുന്നതാണ്. അവളെ ഞാൻ അപ്പോഴാണ് കണ്ടത്. ആ സഹോദരി ഹീറിൻ്റെ കൂട്ടുകാരിയായിരുന്നു. എന്നോട് കൂടെ അവൾ ഒരു സമയത്ത് ജോലി ചെയ്തിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സമയത്ത് ഷൂട്ടിൻ്റെ സമയത്ത് കുറച്ച് സമയം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ റൂമിലേക്ക് താമസിക്കാൻ വരാൻ. അവൾ എൻ്റെ വീട്ടിൽ നിന്നു. രാത്രി അവൾ താമസിച്ചപ്പോൾ ഞാൻ അവളെക്കുറിച്ചൊരു സ്വപ്നം കാണുവാനിടയായി. അടുത്ത ദിവസം രാവിലെ ഞാൻ ആ സ്വപ്നത്തെക്കുറിച്ച് അവളോട് പറഞ്ഞു. ഇത് നിന്റെ ജീവിതത്തിൽ ആയിട്ട് ബന്ധപ്പെട്ടുള്ളതാണോ എന്ന് ചോദിച്ചു. ആ വലിയ കഥ ഞാനൊരു ചെറിയ കാര്യത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അവൾ യേശുവിനെ അന്ന് സ്വീകരിച്ചു. അവൾ ആ രാജ്യത്തിലേക്ക് കടക്കുവാനിടയായി. അതിന് 5-6 വർഷത്തിന് ശേഷം ഞങ്ങൾ അധികം സംസാരിച്ചിരുന്നില്ല. ഇടയ്ക്ക് അവളും എന്നെ ഓർക്കുമായിരുന്നു. അവളുമായി വിവാഹം നടക്കാനിരുന്ന ആള് കുറച്ച് സമയത്ത് ഈ ലോകത്തിൽ അവൻ മുങ്ങിപ്പോവാനിടയായി. എന്തുകൊണ്ടെന്നാൽ 1 മാസമായിരുന്നു ഈ സഹോദരിയുടെ കോള് പോലും എടുക്കുന്നില്ല, സംസാരിക്കുന്നില്ലായിരുന്നു. ഇവൾ എന്നെ വിളിക്കുവാനും, പ്രിയ നമുക്ക് പ്രാർത്ഥിക്കണം, എന്തുകൊണ്ടെന്നാൽ അവൻ എൻ്റെ ഫോൺ പോലും എടുക്കുന്നില്ല എന്ന്. ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുവാനിടയായി. ഞാൻ അവളെ ഓർമ്മപ്പെടുത്തി, നീ പിതാവിൻ്റെതാണ്, നിൻ്റേതെല്ലാം പിതാവിൻ്റെതാണ്. 1 മാസത്തിന് ശേഷം അവളുടെ ഫോൺ എടുത്തു. പിന്നെ പ്രാർത്ഥനയ്ക്ക് ശേഷം അടുത്ത ദിവസം തന്നെ അവൾ ഫോൺ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കുവാനിടയായി. അവൻ ഫോൺ എടുത്തപ്പോൾ അവൻ പറഞ്ഞു കാരണം എന്താണെന്നും എന്തുകൊണ്ടാണ് സംസാരിക്കാൻ പറ്റാതിരുന്നത് എന്നും. മുന്നോട്ടുള്ള സമയത്ത് അവർ രണ്ടുപേരും വിവാഹം കഴിക്കുവാനിടയായി. ഇന്ന് അവൾ വെളിയിൽ ന്യൂസിലൻഡിൽ സെറ്റിലാണ്. ആ സഹോദരിയുടെ ആദ്യം തൊട്ടുള്ള ഒരു സ്വപ്നമായിരുന്നു ആ ദേശത്ത് പോകണമെന്നുള്ളത്. ഞാൻ എന്തിനാണ് ഈ സാക്ഷ്യം പറയുന്നതെന്നാൽ, അങ്ങനെയുള്ളൊരു വ്യക്തിയായിരുന്നു അവൾ. ഞാൻ ഒരു കാര്യം മാത്രം അവളോട് പറഞ്ഞുള്ളൂ, സ്വർഗീയ പിതാവുണ്ട്, നിന്നെ വളരെയധികം സ്നേഹിക്കുന്നവൻ. അവൾക്ക് ഈ കാര്യം മാത്രമേ അറിയാമായിരുന്നുള്ളൂ, പിതാവായ ദൈവം അവളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. അവൾ ന്യൂസിലൻഡിൽ പോയപ്പോൾ അവിടെ ഏകദേശം 10 വർഷത്തിന് ശേഷം അവൾ ഗ്രൂപ്പിൽ ആഡാണ്, നമ്മുടെ ചർച്ച് ഗ്രൂപ്പിൽ. പിന്നെ ഞാൻ അവളുമായി കോളിൽ സംസാരിച്ചു. പ്രിയ, അവൾ എന്നോട് പറഞ്ഞു, പ്രിയ, നമ്മൾ 9 വർഷത്തോളമായി നമ്മൾ സംസാരിച്ചിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ഇത്രയും സമയത്തിനിടയ്ക്ക് യേശു എൻ്റെ ജീവിതത്തിൽ വളരെ നല്ലവനായിരുന്നു. അവൾ ഉത്സാഹത്തോടെ അവളുടെ സാക്ഷ്യം പറയാൻ തുടങ്ങി. ഞാൻ ന്യൂസിലൻഡിൽ പോയപ്പോൾ എങ്ങനെ ഒരാൾ എൻ്റെ അടുത്തേക്ക് വന്നുവെന്നും അവൾക്ക് ബൈബിൾ കൊടുത്തതും, ജോലിക്ക് പോകാൻ തുടങ്ങുമ്പോൾ ജോലിയുടെ സമയത്തും അവൾ അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, അവൾ ചിലപ്പോൾ അവൾക്ക് വേണ്ടി കൈ വെച്ച് പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല അവൾക്ക് അന്യഭാഷ ലഭിക്കാൻ വേണ്ടി. പിതാവായ ദൈവം ഒരു കാര്യം പഠിപ്പിക്കുവാനിടയായി. നിങ്ങൾ ഒരു കാര്യത്തെ തുടങ്ങാൻ ആയിരിക്കും നിങ്ങളെ നിയമിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ സ്വർഗരാജ്യം വളരെ വലുതാണ്. എല്ലാ കാര്യങ്ങളിലും പിതാവായ ദൈവം നിങ്ങളെ നയിക്കുന്നു. അവൾ എന്നോട് പറയുവാനിടയായി, ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ ദേശത്ത് ഒരു നിയമം വരുവാനിടയായി. നിങ്ങൾക്ക് ആ ദേശത്ത് നിൽക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഒരു സാലറി ഉണ്ടാകണമെന്ന്. ഞാൻ ചിന്തിച്ച് ഇല്ല, എന്തുകൊണ്ടെന്നാൽ പിതാവ് എൻ്റെ കൂടെയുണ്ട്. ഞാൻ വേറൊരു ജോലി തിരയാൻ തുടങ്ങി. പിന്നെ ഒരു വലിയ കമ്പനി, മുഴുവൻ ലോകത്തിലും ഫേമസ് ആയിട്ടുള്ള ഒരു കമ്പനിക്ക് വേണ്ടി അവൾ അപ്ലൈ ചെയ്തു. അവൾ അതിനെക്കുറിച്ച് കേട്ടപ്പോൾ അവൾ അവിടെ ഇൻ്റർവ്യൂവിന് പോയപ്പോൾ അവൾ 4 റൗണ്ട് ക്ലിയർ ചെയ്തു. അതിനുശേഷം അവൾ എന്നെ ഫോൺ വിളിച്ചു. എന്നിട്ട് എന്നോട് പറഞ്ഞു, പ്രിയ, ഞാൻ അവരോട് ചോദിക്കുന്നതെല്ലാം അവരെനിക്ക് തരുന്നു.
അവളെന്നോട് പറയുവാനിടയായി, എൻ്റെ അടുത്ത റൗണ്ട് നടക്കാൻ പോവുകയാണ്. ഇത് ആ സമയത്തെ കാര്യമായിരുന്നു. ഞാൻ ചർച്ചിൽ സമൃദ്ധിയെക്കുറിച്ച് പ്രസംഗിച്ച സമയമായിരുന്നു. ഞാൻ അവളെ ഉത്സാഹിപ്പിച്ചു. ഈ ജോലി നിനക്ക് ലഭിച്ചു കഴിഞ്ഞു അവകാശത്തിൻ്റെ ഭാഗമായിട്ട് യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ. എന്തുകൊണ്ടെന്നാൽ നീ അവൻ്റെ പ്രിയപ്പെട്ടവളാണ്. ഞാൻ അവളോട് പറഞ്ഞു, ഈ ജോലി നിനക്ക് ലഭിച്ചാൽ നീ ഇത് ഗ്രൂപ്പിൽ ഈ സാക്ഷ്യം പറയണം. അവൾ അങ്ങനെ ചെയ്യുകയും ചെയ്തു. ഇൻ്റർവ്യൂവിൻ്റെ 6 റൗണ്ടിന് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനിയിൽ അവൾക്ക് ആ ജോലി ലഭിക്കുവാനിടയായി. അവളപ്പോൾ പറഞ്ഞു, എനിക്കെല്ലാം ലഭിച്ചു, ഞാൻ ആഗ്രഹിച്ചതും അതിലപ്പുറവുമായിട്ട്. അവളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായിക്കൊണ്ടിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവൾക്കൊരു പിതാവുണ്ട് അവളെ വളരെയധികം സ്നേഹിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഏറ്റവും വലിയ വിശ്രമവും സമാധാനത്തിൻ്റെ സ്ഥാനവും ഇതാണ്. പിതാവായ ദൈവം നമ്മളെ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണ്. ചിലപ്പോൾ സാധാരണ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. പക്ഷേ ദൈവം ഒരാളെ നിങ്ങൾക്ക് വേണ്ടി അയക്കും, നിങ്ങൾക്ക് വേണ്ടി ക്ലിയർ ആയിട്ട് കാണാൻ. പിതാവിനെ ഞാൻ നന്ദി അർപ്പിക്കുകയാണ്. വളരെയധികം എനിക്ക് പ്രാർത്ഥനയിൽ സമയമെടുത്തു. എന്തുകൊണ്ടെന്നാൽ പിതാവാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിലെ സാക്ഷ്യമാണ്. ഞാൻ വീട് മേടിക്കാൻ വേണ്ടി പോയപ്പോൾ എനിക്കൊരു വീട് ഇഷ്ടപ്പെട്ടു. ഞാനത് മേടിക്കാൻ ഒരുങ്ങി. ഞാൻ ഡീലറിനോട് കാണാനിരുന്ന സമയത്ത് 12 മണിക്ക് 1 മണിക്കൂർ മുമ്പ് അവർ എന്നോട് വിളിച്ചു പറഞ്ഞു ആ വീട് വിറ്റുപോയി എന്ന്. ഞാൻ വളരെയധികം ദുഃഖിതയായി. എങ്ങനെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്ന്. അതിന് കുറച്ച് മാസത്തിന് ശേഷം ഞാൻ വേറൊരു ഡീലറിനെ കാണാനിടയായി. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നന്നായി നിങ്ങൾ ആ വീട് മേടിക്കാതിരുന്നത്. ആ പ്രോപ്പർട്ടി കാണാൻ നല്ലതായിരുന്നുവെങ്കിലും അതിൻ്റെ മുകളിൽ ഒരു കേസ് ഉണ്ടായിരുന്നു എന്ന്. ഈ കാര്യം കേട്ട് ഞാൻ വളരെ സന്തോഷിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം എൻ്റെ മുഴുവൻ ജീവിതവും പിതൃത്വത്തിലാണ്. ഈ സഹോദരിയെക്കുറിച്ച് ഞാൻ സാക്ഷ്യം പറഞ്ഞ സഹോദരി, അവൾ തിരിച്ച് ആ ബിലവഡിൽ ഹീറിനെയും ജിഗറിലൂടെയും അവരുടെ ഏറ്റവും നല്ല സുഹൃത്താണ്. ആ സഹോദരി ഹീറിനെ നമ്മുടെ മെസ്സേജ് അയക്കുന്നത് കണ്ട് അതിശയിച്ചു, ഇവൻ ക്രിസ്തുവിലാണോ എന്ന്. പിന്നെ അവർ തമ്മിൽ സംസാരിച്ചപ്പോൾ പറയുവാനിടയായി, സത്യത്തിൽ യേശു ജീവിക്കുന്നു, അവൻ എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ കാര്യങ്ങൾ ചെയ്തു. ഇവർ രണ്ടുപേരും രാജ്യത്ത് വന്നപ്പോൾ അവരിലൂടെ ഒരു സഹോദരി റൂപാലി അവരും സുവിശേഷം കേൾക്കുവാനിടയായി. റൂപാലി എൻ്റെ കൂടെയാണ് ജോലി ചെയ്യുന്നത്. ഒരു പ്രാവശ്യം ഷൂട്ടിൽ അവരെന്നെ കണ്ടപ്പോൾ, ഞാൻ ബൈബിൾ വായിക്കുന്ന കണ്ടപ്പോൾ അവരെന്നെ കണ്ട് പോയിട്ട് സ്വന്തം ബൈബിൾ എടുത്ത് വായിക്കാൻ തുടങ്ങി. അവൾ ബൈബിൾ വായിക്കുന്ന കണ്ടപ്പോൾ ഞാൻ വളരെ അതിശയിച്ചു പോയി. അതിന് 6-7 വർഷങ്ങൾക്ക് ശേഷം ഞാൻ പിന്നെയും അവളെ കാണുവാനിടയായി. അപ്പോൾ എന്നോട് പറഞ്ഞു, നിനക്കെന്നെ ഓർമ്മയുണ്ടോ? ഞാൻ നിങ്ങളോട് കൂടെ ജോലി ചെയ്തിരുന്നു. നിങ്ങൾ എന്നോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ യേശുവിൽ വിശ്വസിച്ചു. ആ ദിവസം ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഞാൻ താമസിച്ചുകൊണ്ടിരുന്ന ബിൽഡിങ്ങിൽ അവിടെ എനിക്കൊരു കൂട്ടായ്മ കിട്ടി. ഞാൻ അവരോട് കൂടെ പോകാൻ തുടങ്ങി. ഇപ്പോൾ ഞാൻ അവിടെ ചർച്ചിൽ ഒരു വർഷിപ്പ് ലീഡറാണ് എന്ന്. എത്ര സമയം ഞാൻ ആ സഹോദരിയോട് കൂടെ ചെലവഴിച്ചോ. ഞാൻ അവളോട് ഇത്രമാത്രം പറഞ്ഞു, ഒരു പിതാവുണ്ട് നിന്നെ വളരെയധികം സ്നേഹിക്കുന്നത്. അവൾ ആ സത്യത്തിന്റെ വിത്ത് ഞാൻ വിതച്ചപ്പോൾ സ്വർഗരാജ്യം വളരെ വലുതാണ്. ഞാൻ ഈ സാക്ഷ്യം കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എനിക്ക് മനസ്സിലാകുവാനിടയായി, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം അത് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എത്രയധികം ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നോ, നിങ്ങളുടെ അടുത്തേക്ക് വരുന്നോ, അവർ ഏതെങ്കിലും മേഖലയിൽ അവരുടെ വഴികളിൽ അവർ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന പുത്രന്മാരാണ്. എത്ര ആഴമുള്ള ബന്ധങ്ങൾ നിങ്ങൾക്ക് സ്വർഗീയ പിതാവുമായിട്ടുണ്ടോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ പോകുന്ന വഴികളിലെല്ലാം നിങ്ങളുടെ പ്രസൻസിലൂടെ മാത്രം ആളുകൾ ആ ജീവൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഓരോ പുത്രന്മാരും അവരുടെ പിതാവിന്റെ ശബ്ദത്തെ അറിയുന്നു. അതുകൊണ്ട് നിങ്ങൾ ആരെ കണ്ടുമുട്ടിയാലും നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ അവരോട് സംസാരിക്കുന്നതിലൂടെ അവരുടെ രീതി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇന്ന് നമ്മൾ ആ സഹോദരിയെക്കുറിച്ച് സ്വിറ്റ്സർലൻഡിൽ പോയി, ന്യൂസിലൻഡിൽ പോയി, ഒരു ലോകത്തിൽ മുഴുവൻ പ്രസിദ്ധമായിട്ടുള്ള ഒരു ഫേമസ് കമ്പനിയിൽ അവർക്ക് ജോലി ലഭിച്ചത്. അത് സാധ്യമായൊരു കാര്യമായിരുന്നില്ല. ആ സ്ഥാനത്ത് അങ്ങനെ ഒരു ജോലി ലഭിക്കുന്നത് അത് ദൈവത്താൽ മാത്രം സാധ്യമായൊരു കാര്യമായിരുന്നു. ഞാൻ നിങ്ങളെല്ലാവരും ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ ഈ വചനം കേൾക്കുന്നവർ നിങ്ങൾ ഏതെങ്കിലും ദേശത്ത് പുറത്താണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തന്നെത്താൻ പരദേശിയായിട്ട് നിങ്ങൾ കാണരുത്. എന്തുകൊണ്ടെന്നാൽ എൻ്റെയും നിങ്ങളുടെയും അടുത്ത ഒരു തിരിച്ചറിവുണ്ട്, പുത്രൻ്റെതായ തിരിച്ചറിവ്. അതുകൊണ്ട് ആ സഹോദരി പുറത്ത് രാജ്യത്തായിരുന്നു. അതിൻ്റെ അർത്ഥം ഇതല്ല അവർക്ക് മറ്റുള്ളവരിൽ നിന്നും കുറവ് ലഭിക്കണമെന്നല്ല അതിൻ്റെ അർത്ഥം. അവൾക്കത് ലഭിക്കുവാനിടയായി. അവളുടെ തിരിച്ചറിവിലായിരുന്നു, അവളൊരു പുത്രനാണെന്നുള്ള തിരിച്ചറിവിൽ. നിങ്ങൾ ഈ ലോകത്തിൻ്റെ ഏത് മേഖലകളാണെങ്കിലും ഏറ്റവും സർവ്വശ്രേഷ്ഠമായിട്ടുള്ള സ്ഥാനം നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ പിതാവ് സ്വർഗത്തിൽ വസിക്കുന്നവനാണ്. ഞാൻ US-ലും ന്യൂയോർക്കിലും ഒക്കെ ആയിരുന്നു. ആ സമയങ്ങളിൽ വളരെയധികം കമ്പനികളിൽ നിന്ന് എനിക്ക് ഓഫർ വരുവാനിടയായി. ആ സമയത്ത് ഞാൻ വളരെ കമ്പനികളോട് നോ പറയുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ എൻ്റെ റിക്വയർമെൻറ്റുകൾ അല്ലെങ്കിൽ അതിൽ സാലറി എനിക്ക് വേണ്ടിയിരുന്നത് അങ്ങനെ ആയിരുന്നില്ല. ഞാൻ തിരിച്ചു വരുമ്പോൾ പലപ്പോഴും ഞാൻ പറയുമായിരുന്നു ആ ഇൻ്റർവ്യൂ നടന്നില്ല എന്ന്. പക്ഷേ പലപ്പോഴും ഞാൻ ചോദിക്കുന്നത് എനിക്ക് ലഭിക്കാറില്ലായിരുന്നു.
ഞാൻ ആ കമ്പനികളോട് നോ പറയുമായിരുന്നു. എൻ്റെ വീട്ടിലുള്ളവർ എന്നോട് പറയുമായിരുന്നു, നീ പരദേശിയാണ്, ഈ ദേശത്തു നിന്നുള്ളവളല്ല. ഞാൻ അവരോട് ഇത് പറയാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ വിശ്വാസം ഇതാണ്, എൻ്റെക്ക് ഒരു സ്വർഗീയ പിതാവുണ്ട്, അവൻ എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. പക്ഷേ എനിക്ക് അകത്ത് പൂർണ്ണ വിശ്വാസമായിരുന്നു, ഒരു വ്യത്യാസവുമില്ല ഞാൻ ഏത് സ്ഥലത്താണെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാമായിരുന്നു എൻ്റെ വീണ്ടും ജനനം സ്വർഗത്തിൽ നിന്നാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ ദൈവമാണ് എൻ്റെ പിതാവ്. അവസാനം എനിക്കൊരു കമ്പനിയുടെ ഓഫർ വരുവാനിടയായി. ഞാൻ എൻ്റെ ആവശ്യങ്ങളെല്ലാം അവർ പൂർത്തീകരിച്ചു. ഞാൻ ചോദിക്കുന്നതെല്ലാം അവർ തരാൻ തയ്യാറായിരുന്നു. ആ ഓഫർ എനിക്ക് എന്തുകൊണ്ടാണ് ലഭിച്ചത്? അതുകൊണ്ട് അതിനു മുമ്പ് ഞാൻ ഒരുപാട് കമ്പനികളോട് നോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്കറിയാമായിരുന്നു എന്താണ് എനിക്ക് വേണ്ട എന്നുള്ളത്. ഞാൻ എനിക്കുണ്ടായിരുന്നു നോ പറയാൻ വേണ്ടി. അവസാനം ഞാൻ ആഗ്രഹിച്ചൊരു ജോലി എനിക്ക് ലഭിക്കുവാനിടയായി. എന്തുകൊണ്ടെന്നാൽ ഒരു പുത്രന് മാത്രമേ ധൈര്യമുള്ളൂ പല കാര്യങ്ങളോടും നോ പറയാൻ. അതുപോലെ നമുക്ക് ബൈബിളിലും യെശയ്യാവിന്റെ പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും, തിന്മ തള്ളി നന്മ തിരഞ്ഞെടുപ്പാൻ പ്രായമാകും വരെ അവൻ തൈരും തേനും കൊണ്ട് ഉപജീവിക്കും. ഇവിടെ യേശുവിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ പലരും ചിന്തിക്കാറുണ്ട്, നമ്മൾ ആരെയെങ്കിലും നന്മതിന്മകൾ പഠിപ്പിക്കണമെങ്കിൽ ചിലപ്പോൾ അവർക്ക് തേനും തൈരും കൊടുക്കണമെന്ന്. പിതാവ് പറയുകയാണ്, അവർ തൈരും തേനും കഴിക്കും. അതിൻ്റെ അർത്ഥം ഇതാണ്, അവൻ്റെ നന്മ കൊണ്ട് ഓരോ നിമിഷവും നിങ്ങളെ നടത്തുമെന്ന്. നിങ്ങളത് രുചിച്ചറിയുമ്പോൾ, അവൻ്റെ നന്മകളെ രുചിച്ചറിയുമ്പോൾ, പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളും വരത്തില്ല നിങ്ങൾക്ക് നന്മയല്ലാതെ തോന്നുന്നത്. നിങ്ങൾ നോ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടാവും. പിന്നെ ഏത് സാഹചര്യത്തിലും ആരുമായും ഒരു അഡ്ജസ്റ്റ്മെന്റിന് നിങ്ങൾ തയ്യാറാകുകയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾക്കറിയാം സ്വർഗീയ പിതാവ് നമ്മളെ എത്രയധികം സ്നേഹിക്കുന്നുവെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 17-ാം അധ്യായം. ഇവിടെ ഈ വചനം നമ്മൾ വായിക്കുന്നത്, ഇന്ന് നമ്മൾ സംസാരിച്ചു ഈ വിഷയം വെച്ചിട്ടുണ്ട് അവനെക്കുറിച്ച്. ഇതൊരു പ്രാർത്ഥനയാണ്. അവൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നത് ക്രൂശിൽ പോകുന്നതിന് മുമ്പ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞു എന്തെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടതിന് പുത്രനെ മഹത്വപ്പെടുത്തണമേ. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്മേലും അവന് അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. നിത്യജീവൻ എന്താണ്? ഏകസത്യ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. എന്താണ് നിത്യജീവൻ? അവർ നിന്നെ അറിയുന്നതാണ് നിത്യജീവൻ. നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ, അവനോട് കൂടെ സമയം ചെലവഴിക്കുന്നില്ല എങ്കിൽ, നിങ്ങൾ എങ്ങനെ അവനെ അറിയും? പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതിൻ്റെ പകരം നിങ്ങൾ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോയി നിങ്ങൾ പറയുകയാണ്, പിതാവിനെ കുറിച്ച് എന്നെ പഠിപ്പിക്കുമെന്ന്. അപ്പോൾ ആ മനുഷ്യൻ നിങ്ങളോട് പറയും, എൻ്റെയും നിങ്ങളുടെയും പിതാവെന്നാണ്. എന്തുകൊണ്ട് നിങ്ങൾ തന്നെത്താൻ പോയി പിതാവുമായി സമയം ചെലവഴിക്കുന്നില്ല? പിതാവ് അവനെക്കുറിച്ച് നിങ്ങളോട് തന്നെ പറയും. നിങ്ങളുടെ ജന്മദിവസമുള്ളപ്പോൾ നിങ്ങൾക്ക് ഗിഫ്റ്റ് ലഭിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണോ, അതോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സാധനമാണോ നിങ്ങൾക്ക് ലഭിക്കുന്നത്? നിങ്ങൾക്കറിയാമോ, എൻ്റെ ബർത്ത്ഡേ വരാൻ പോവുകയാണ്. എനിക്ക് ഡ്രസ്സുകൾ വളരെ ഇഷ്ടമാണ്. ചിലപ്പോൾ എൻ്റെ ജന്മദിവസത്തിൽ എനിക്ക് ഡ്രസ്സായിരിക്കും ലഭിക്കുന്നത്. പക്ഷേ അതേ സാധനം തന്നെ എൻ്റെ ഒരു സഹോദരിയുടെ അല്ലെ എൻ്റെ ഒരു കൂട്ടുകാരുടെ ജന്മദിവസമുള്ളപ്പോൾ ഞാൻ അത് തന്നെ കൊടുക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ എനിക്കറിയാം അവർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും ഇഷ്ടം. എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാകും? അവന് അവസരം നിങ്ങൾ കൊടുക്കുന്നില്ല എങ്കിൽ അവൻ്റെ ആനന്ദം നിങ്ങളിലാണ് പൂർണ്ണമാകുന്നതെന്ന്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എൻ്റെ ക്രിസ്തീയ ജീവിതത്തിൽ എനിക്ക് ഒരു പ്രാവശ്യം ഒരു സ്വപ്നം വരുവാനിടയായി. അതിൽ പിതാവായ ദൈവം എന്നോട് പറയുകയാണ്, ഞാൻ നിന്നെ ഉത്സവത്തെ പോലെയാണ് നിന്നെ നടത്തുന്നത്. ഞാനും നിങ്ങളും നമ്മുടെ പിതാവിൻ്റെ ഉത്സവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു വിഷയമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, സ്വർഗം ഓരോ ദിവസവും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉത്സവം ആഘോഷിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. വളരെയധികം ആളുകൾ എൻ്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ്. മറ്റുള്ളവരെ ഒരു ഉത്സവത്തെ പോലെ ഞാൻ ആഘോഷിക്കാറുണ്ട്. ഞാൻ ആഗ്രഹിക്കാറുണ്ട്, എത്ര പേരുണ്ട് അവരെല്ലാം തന്നെത്താൻ അവരെ തന്നെത്താൻ സ്നേഹിക്കണം, അവരെ തന്നെ അവർ ശ്രദ്ധിക്കണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും പിതാവിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതാണ്. പിതാവ് സന്തോഷിക്കാറുണ്ട് ഞാനും നിങ്ങളും തന്നെത്താൻ സ്വന്തം കരുതൽ ചെയ്യുന്നത് കാണുമ്പോൾ, നമ്മളെ തന്നെ സ്നേഹിക്കുമ്പോൾ. പിന്നെ നമ്മൾ ആ സാധനത്തിന് വില കൊടുക്കും. ആ സാധനത്തിൻ്റെ വില നമ്മൾ അറിയുമ്പോൾ പിതാവ് ഏറ്റവും അധികം വിലയുള്ളതായി കാണുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഏകസത്യതായ ദൈവമായ നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവനാകുന്നു. ഞാൻ ഭൂമിയിൽ നിന്നെ മഹത്വപ്പെടുത്തി നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി തികച്ചുമിരിക്കുന്നു. ഇപ്പോൾ പിതാവേ, ലോകം ഉണ്ടാകും മുമ്പേ എനിക്ക് നിന്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വത്തിൽ എന്നെ നിന്റെ അടുക്കൽ മഹത്വപ്പെടുത്തണമേ. നീ ലോകത്തിൽ നിന്ന് എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവർ നിനക്കുള്ളവർ ആയിരുന്നു, നീ അവരെ എനിക്ക് തന്നു, അവർ നിന്റെ വചനം പ്രമാണിച്ചുമിരിക്കുന്നു.
നിങ്ങൾക്കറിയാമോ ദാവീദിനെ കുറിച്ച് പഴയ നിയമത്തിൽ എഴുതിയിരിക്കുകയാണ് അവനെക്കുറിച്ച്, അവന് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള ഒരു മനുഷ്യനായിരുന്നു എന്ന്. എത്ര പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാമിനെ കുറിച്ചാണെങ്കിലും യോസഫിനെ കുറിച്ചാണെങ്കിലും മനുഷ്യരെല്ലാവരും അറിയുമായിരുന്നു പിതാവ് അവരോട് ദൈവം അവരോട് കൂടെയുണ്ട് എന്നും ആ വചനം അനുസരിക്കുന്നവരുമായിരുന്നു അവർ. ഞാനെന്ന് പറഞ്ഞതുപോലെ എനിക്കറിയാം പിതാവായ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ആ സ്നേഹം ഞാൻ തിരിച്ചു കാണിക്കുന്നത് ഞാൻ എൻ്റെ പിതാവിൻ്റെ സാക്ഷ്യത്തിൽ ഞാൻ വിശ്വസിക്കുന്നതിലൂടെ, എന്നെക്കുറിച്ച് പറഞ്ഞതിൽ വിശ്വസിക്കുന്നതിലൂടെയാണ്. പിന്നെ പിതാവിലൂടെ എനിക്ക് ലഭിക്കുന്നത് എൻ്റെ മറ്റുള്ള സഹോദരങ്ങളോടും പോയി പറയാറുണ്ട്. പക്ഷെ ആദ്യം എനിക്ക് ആ സ്വയം പിതാവിലൂടെ എനിക്ക് ലഭിച്ചതിൽ വിശ്വസിക്കണം. 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, അവർ അത് കൈക്കൊണ്ടു. ഞാൻ നിന്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നെന്ന് സത്യമായിട്ട് അറിഞ്ഞും നീ എന്നെ അയച്ചു എന്ന് വിശ്വസിച്ചുമിരിക്കുന്നു. ഞാൻ അവർക്ക് വേണ്ടി അപേക്ഷിക്കുന്നു, ലോകത്തിന് വേണ്ടിയല്ല. നീ എനിക്ക് തന്നിട്ടുള്ളവർ നിനക്കുള്ളവർ ആകൊണ്ട് അവർക്ക് വേണ്ടി അത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേതെല്ലാം എൻ്റേതുമാകുന്നു. ഇതേ രീതിയിലാണ് ഞാൻ എൻ്റെ മുഴുവൻ ജീവിതവും സഞ്ചരിച്ചത്, ഈ വചനത്തിനനുസരിച്ച്. എൻ്റേതെല്ലാം നിൻ്റേതും നിൻ്റേത് എൻ്റേതുമാകുന്നു. എൻ്റെ മമ്മി പിതാവിൻ്റേതാണ്, എൻ്റേതെല്ലാം അത് പിതാവായ ദൈവത്തിൻ്റെതാണ്. പിതാവിൻ്റെ ഇതെല്ലാം, അതിൻ്റെ ഒരു കാര്യങ്ങളും അവർ തൊടാൻ സാധിക്കയില്ല, ആരും തൊടാൻ സാധിക്കില്ല. ഇതാണ് എൻ്റെ വിശ്രമവും എൻ്റെ സമാധാനവും. ഞാൻ അവൻ്റെ പ്രിയപ്പെട്ടവളാണ്. എൻ്റേതെല്ലാം നിൻ്റേത്, എൻ്റേതെല്ലാം നിൻ്റേത്, നിൻ്റേത് എൻ്റേതുമാകുന്നു. ഞാൻ അവരിൽ മഹത്വപ്പെട്ടുമിരിക്കുന്നു. ഇനി ഞാൻ ലോകത്തിലിരിക്കുന്നില്ല, ഇവരോ ലോകത്തിലിരിക്കുന്നു. ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. പരിശുദ്ധ പിതാവേ, അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന് നീ എനിക്ക് തന്നിരിക്കുന്ന നിന്റെ നാമത്തിൽ അവരെ കാത്തുകൊള്ളണമേ. അവർ നമ്മെപ്പോലെ ഒന്നാകേണ്ടതിന്. നിങ്ങൾക്കറിയാമോ, യേശു ഈ ലോകത്തിൽ സഞ്ചരിച്ചപ്പോൾ അവൻ ഒരിക്കലും പിതാവിനെ തന്നിൽ നിന്നും വേറിട്ട് കണ്ടിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തപ്പോൾ അവൻ പറയുവാനിടയായി പിതാവാണ് ആ കാര്യങ്ങൾ ചെയ്യുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇവിടെ എഴുതിയിരിക്കുന്നത് എൻ്റെയല്ല പിതാവിൻ്റെ ശബ്ദമാണ് നിങ്ങൾ വരെ എത്തിയത്. പിതാവായ ദൈവം എപ്പോഴും പിതാവുമായി ഒന്നായിട്ട് കണ്ടതുപോലെ പരിശുദ്ധാത്മാവും അതുപോലെ ആഗ്രഹിക്കുകയാണ്, ഞാനും നിങ്ങളും പിതാവുമായി ഒന്നായി കാണുക. ആ വ്യത്യാസം എവിടെയാണ് ഉണ്ടായത്? നമ്മുടെ മനസ്സിലാണ് അതുണ്ടായത്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയാണ് നമ്മുടെ മനസ്സിൽ. ഒരനുഭവവും നമ്മളെ ആ തിരിച്ചറിവിൽ വിടാറില്ല, ദൈവം നമ്മൾ ആണെന്നുള്ളത്. നമ്മൾ ആ തിരിച്ചറിവുകളെ നമ്മൾ എടുക്കാറില്ല, നമ്മൾ സത്യത്തിൽ മാത്രമാണ് വിശ്വസിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ അനുഭവം എന്താണെങ്കിലും ഇതാണ് സത്യം, നിങ്ങൾ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരാണ്. നിങ്ങൾക്കറിയാമോ, ഈ ലോകത്തിൽ നിന്ന് എൻ്റെ പിതാവ് പോയപ്പോൾ ഞാൻ ആ അനുഭവത്തെ, എൻ്റെ തിരിച്ചറിവ് എന്നിൽ നിന്ന് എടുത്തു കളയാൻ ഞാൻ അനുവദിച്ചില്ല, ഞാൻ പ്രിയപ്പെട്ടവളാണെന്നുള്ളത്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ നേരത്തെ അവൻ്റെ വചനത്തിൽ വിശ്വസിക്കുന്നു, സത്യമായിട്ടുള്ള വചനത്തിൽ. മുന്നോട്ട് വചനത്തെ നമുക്ക് വായിക്കാം. 12-ാം വാക്യം, അവരോട് കൂടെ ഇരുന്നപ്പോൾ ഞാൻ അവരെ നീ എനിക്ക് തന്നിട്ടിരിക്കുന്ന നിന്റെ നാമത്തിൽ കാത്തുകൊണ്ടിരുന്നു. ഞാൻ അവരെ സൂക്ഷിച്ചു. തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യനല്ലാതെ അവരിൽ ആരും നശിച്ചു പോയിട്ടില്ല. ഇപ്പോഴും ഞാൻ നിന്റെ അടുക്കൽ വരുന്നു. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകേണ്ടതിന് ഇത് ലോകത്തിൽ വെച്ച് സംസാരിച്ചിരിക്കുന്നു. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തുമിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. നിങ്ങൾ ഈ ലോകത്തിലുള്ളവരാണോ? നിങ്ങൾ ലോകത്തിലുള്ളവരാണോ? നിങ്ങൾക്കറിയാമോ, പുത്രൻ വിശ്വസിക്കുകയാണ് അവൻ ലോകത്തിലുള്ളവനാണ് എന്ന്. പക്ഷെ അങ്ങനെ ചെയ്താൽ അവൻ അവനെ തന്നെ ചതിക്കുകയാണ്. യേശു ഈ ലോകത്തിലായിരുന്നുവെങ്കിലും അവൻ ലോകത്തിലുള്ളവനായിരുന്നില്ല. അതുപോലെയാണ് ഞാനും നിങ്ങളും. ഞാൻ അവർക്ക് നിന്റെ വചനം കൊടുത്തിരിക്കുന്നു. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ലായകൊണ്ട് ലോകം അവരെ പകച്ചു. അവരെ ലോകത്തിൽ നിന്ന് എടുക്കണമെന്നല്ല, ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വേണം അവരെ കാത്തുകൊള്ളണമെന്നത്രേ ഞാൻ അപേക്ഷിക്കുന്നത്. ഞാൻ ലൗകികനല്ലാത്തതുപോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. നിന്റെ വചനം സത്യമാകുന്നു. നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു. അവരും സാക്ഷാൽ വിശുദ്ധീകരിക്കപ്പെട്ടവർ ആകേണ്ടതിന് ഞാൻ അവർക്ക് വേണ്ടി എന്നെ തന്നെ വിശുദ്ധീകരിക്കുന്നു. ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടിയും ഞാൻ അപേക്ഷിക്കുന്നു. നീ എന്നെ അയച്ചിരിക്കുന്നെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന് പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലും ആകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. നീ എനിക്ക് തന്നിട്ടുള്ള മഹത്വം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഒന്നിന്റെ അർത്ഥം രണ്ട് എന്നല്ല. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് ദൈവത്തിന്റെ ഇഷ്ടവും നമ്മുടെ ഇഷ്ടവും രണ്ടാണ് എന്ന്. നിങ്ങൾക്കറിയാമോ, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മുടെ വീണ്ടും ജന്മം മാംസത്തിൽ നിന്നും രക്തത്തിൽ നിന്നും അല്ല, ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത്. ഞങ്ങൾ ഈ വചനത്തിൽ വിശ്വസിക്കുന്നതിലൂടെ മാത്രം നമ്മൾ ദൈവത്തിന്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത്.
നിങ്ങൾ എത്രയധികം വിശ്വസിക്കുന്ന നിങ്ങളുടെ അനുഭവം എന്താണെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ആ വിശ്വാസത്തിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കും. ഞാൻ ഇപ്പോൾ ക്രൂശിൽ യേശുവിനോട് കൂടെ ക്രൂശിച്ചിരിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ ജീവിതം ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാക്കേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരാകേണ്ടതിനും തന്നെ. അതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങളിലൂടെ ലോകം അറിയണം, നിങ്ങളുടെ ജീവിതത്തിലൂടെ ലോകം അറിയണം പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. അതേ സ്നേഹം യേശുവിനെ അവൻ സ്നേഹിച്ചതുപോലെ തന്നെ. നിങ്ങൾക്കറിയാമോ, ഞാൻ സ്കൂളിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പിതാവ് വളരെ ധനികനായിരുന്നു. ആ പെൺകുട്ടിയുടെ ജന്മദിവസത്തിൽ അവളുടെ പിതാവ് അവളുടെ ജന്മദിവസത്തെ വളരെ വലിയൊരു ഉത്സവത്തെ പോലെയാണ് ആഘോഷിച്ചിരുന്നത്. മറ്റുള്ളവരുടെ ജന്മദിവസങ്ങൾ ഞങ്ങൾക്ക് ചെറിയ ചെറിയ കാര്യങ്ങളായിരുന്നു ലഭിച്ചിരുന്നത്. പക്ഷേ ഈ പെൺകുട്ടിയുടെ ജന്മദിവസത്തിൽ ഞങ്ങൾക്ക് വളരെ വലിയ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം ലഭിക്കുമായിരുന്നു. ഞങ്ങൾ ആഗ്രഹിക്കുമായിരുന്നു അവളുടെ കൂടെ ഇരിക്കാനും അവളുമായി കൂട്ടുകൂടാനും. നമുക്ക് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾക്ക് രണ്ട് സാധനങ്ങൾ ലഭിക്കാൻ വേണ്ടി. പക്ഷേ എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടായിരുന്നു? ആ മുഴുവൻ ക്ലാസ്സും ആ കുട്ടിയെ നോക്കുമായിരുന്നു. എങ്ങനെയാണ് ആ പിതാവ് ആ കുട്ടിക്ക് വേണ്ടി, അവളുടെ മകൾക്ക് വേണ്ടി ഒരു ഉത്സവം, ആനന്ദത്തെ ആഘോഷിക്കുന്നത് എന്ന്. ഇവിടെ വചനത്തിലും എഴുതിയിരിക്കുകയാണ്, ലോകം അറിയണം നീ ഞങ്ങളെ അയച്ചത് എന്ന്. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിവാൻ. നിങ്ങൾക്കറിയാമോ, പഴയ നിയമത്തിൽ വളരെ അത്ഭുതകരമാണ്. പിതാവ് ചെങ്കടലിനെ 2 ഭാഗമാക്കിയപ്പോൾ എല്ലാ ഇസ്രായേലികളെയും ആ ചെങ്കടലിലൂടെ നടത്തി. എങ്ങനെയാണ് അത്ഭുതകരമായിട്ട് മന്ന ഭൂമിയിലേക്ക് വർഷിപ്പിച്ചത്? നിങ്ങൾക്കറിയാമോ, പൂരപ്പാടിൽ എഴുതിയിരിക്കുന്നത് എല്ലാ കാര്യങ്ങളും മിസ്രയീം ആളുകൾ അവരുടെ ദേവതയ്ക്ക് വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് അഹങ്കരിച്ചിരുന്നത് ഇസ്രയേലിൻ്റെ ദൈവം അവിടെ കാണിക്കുവാനിടയായി. ഇതിലെല്ലാം വലിയവനായ സർവശ്രേഷ്ഠനായ ദൈവം ഞാനാണെന്ന് അവിടെ കാണിക്കുവാനിടയായി. ദൈവത്തിൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അവൻ്റെ സ്നേഹത്തെ, അവൻ്റെ ആളുകളോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നത്. അവൻ ആ സ്നേഹം കാണിക്കുന്നത് അങ്ങനെയാണ്. പിതാവിൻ്റെ സന്തോഷം പൂർണ്ണമാകുന്നത് ആ സ്നേഹത്തെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുമ്പോഴാണ്. എൻ്റെ ജീവിതത്തിലും വളരെയധികം സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ UK പോയപ്പോൾ പ്രൈം മിനിസ്റ്ററുടെ ഭാര്യയെ ഞാൻ കണ്ടപ്പോൾ എങ്ങനെ അത്ഭുതകരമായിട്ടാണ് നടന്നത്. എനിക്ക് വിശ്വാസമുണ്ടായിരുന്ന ഒരു കാര്യത്തിൽ, പിതാവായ ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ഞാൻ അറിയുന്നു, ആകാശവും മാറിപ്പോയാലും ഭൂമി മാറിപ്പോയാലും അവൻ്റെ സ്നേഹം എപ്പോഴും എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുമെന്ന്. എല്ലാ അനുഭവങ്ങളും എൻ്റെ ജീവിതത്തിൽ നടന്നത്, എല്ലാ കാര്യങ്ങളും ഞാൻ പ്രാപിച്ചത് അതൊരു അത്ഭുതകരമായ രീതിയിലായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വന്നുകൊണ്ടിരുന്നത്. ഞാൻ ആ കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ പിതാവിനെ നന്ദി അർപ്പിച്ചുകൊണ്ടിരുന്നു. പിതാവേ, അങ്ങയുടെ സ്നേഹം എനിക്ക് വേണ്ടിയുള്ളത് അത് സത്യത്തിൽ അത്ഭുതകരമാണ്. എന്തുകൊണ്ടെന്നാൽ ഞാനും നിങ്ങളും ആ പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രന്മാരാണ്. അവൻ നമ്മെ പ്രിയ എന്ന് വിളിച്ചാണ് നമ്മളെ വിളിക്കുന്നത്. നിങ്ങൾക്കറിയാമോ, ആരെങ്കിലും നിങ്ങളെ തൊട്ടാൽ അത് പിതാവിനെ തൊടുന്നത് പോലെയാണ്, അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്നത് പോലെയാണ്. നിങ്ങൾക്ക് എതിരെ ആരെങ്കിലും വന്നാൽ ആ പിതാവിൻ്റെ എതിരെയാണ് അവർ വരുന്നത്. ഇതാണ് നമ്മുടെ അവകാശം പിതാവിലുള്ളത്. നമ്മൾ ധൈര്യമുള്ളവരാണ്. നമ്മൾക്കുള്ളിൽ ഭയത്തിൻ്റെ ആത്മാവല്ല ഉള്ളത്. അതുകൊണ്ട് ദാവീദും പിതാവുമായുള്ള ആ ബന്ധത്തിലായിരുന്നു. എന്ത് സംഭവിച്ചാലും അവൻ്റെ കൂടെ പിതാവുണ്ട്, ദൈവമുണ്ട് എന്ന് അവൻ അറിയാമായിരുന്നു. ആ ബന്ധത്തിലായിരുന്നു. അവൻ ആദ്യം ഒരു സിംഹത്തെ അവൻ കൊല്ലുവാനിടയായി, ഒരു കരടിയെ കൊന്നു. അതിനുശേഷം ഗോലിയാത്ത് അവൻ്റെ മുന്നിലേക്ക് വരുമ്പോൾ, അപ്പോൾ എല്ലാ ഇസ്രയേലരും അവനെ പേടിക്കുകയാണ്. വലിയ സൈനികരുണ്ടായിരുന്നു, വളരെ അറിവുള്ളവരുണ്ടാവും ആ സമയത്ത്, വളരെ ചിന്തകൾ അവർക്കുണ്ടാവും. പക്ഷെ ദാവീദ് അവിടെ വരികയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ എല്ലാ യുക്തികളെ കഴിഞ്ഞും വലിയവനാണ്. ദാവീദ് അവിടെ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ദൈവം നിങ്ങളുടെ എല്ലാ പ്ലാനുകളെ കഴിഞ്ഞും, നിങ്ങളുടെ ബലത്തിനെ കഴിഞ്ഞും, നിങ്ങളുടെ ബലത്തെ കഴിഞ്ഞും വലുതാണെന്ന്. ദാവീദ് ഇവിടെ വരുമ്പോൾ കാണുകയാണ്, അവൻ ആ രക്ഷാ കവചം അണിയാൻ പറയുമ്പോൾ അവൻ വേണ്ട എന്ന് പറയുകയാണ്. അവൻ്റെ കയ്യിലുണ്ടായിരുന്ന കവണയും കല്ലും അതും മാത്രം എടുത്ത് അവൻ ആ യുദ്ധഭൂമിയിലേക്ക് പോവുകയാണ്, ഈ ഗോലിയാത്തുമായിട്ട് യുദ്ധം ചെയ്യാൻ. ബൈബിളിൽ എഴുതിയിരിക്കുന്നത് പോലെ അവൻ അതിലൂടെ ആ വലിയ ഗോലിയാത്തിനെ വിജയിക്കുവാനിടയായി. അവൻ അടിച്ച് താഴെ ഇടുവാനിടയായി. ആ യുദ്ധഭൂമിയിൽ അവിടെ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങളൊന്നും അവൻ്റെ കയ്യിലില്ലായിരുന്നു. പക്ഷേ ഒരു സത്യം അവൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു, അവൻ ദൈവത്തിൻ്റെ പ്രിയനാണ് എന്നുള്ളത്. നിങ്ങൾ ഈ അറിവിൽ നിൽക്കുമ്പോൾ എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് ലഭിക്കുവാനിടയാവും. നിങ്ങൾ അവൻ്റെ പ്രിയരാണെന്നുള്ളതിൽ. ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ഈ ലോകത്ത് എന്ത് സംഭവിച്ചാലും, എന്ത് അനുഭവമാണെങ്കിലും,
എൻ്റെ എല്ലാ അറിവുകളും എൻ്റെ വെളിപ്പാടുകൾ പോയാലും പക്ഷേ എൻ്റെ ഈ അറിവ് എപ്പോഴും എന്നിലുണ്ടായിരിക്കും. ഞാൻ അവൻ്റെ പ്രിയനാണ്. ഞാൻ UK-യിലായിരുന്നപ്പോൾ ഒരു പ്രാവശ്യം ഒരു സഹോദരി എൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് എന്നോട് പറയുവാനിടയായി, പ്രിയ, നിങ്ങൾക്ക് അറിയാമായിരിക്കും, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു, അവൻ മുഴുവൻ ലോകത്തെയും സ്നേഹിക്കുന്നു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, വ്യക്തിപരമായി ദൈവം നിന്നെ വളരെ 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 സ്നേഹിക്കുന്നുവെന്ന്. ഇന്ന് ഈ സത്യം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ട് ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. പക്ഷെ ഞാനിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്, ദൈവം നിങ്ങളെ വളരെ 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 അധികം സ്നേഹിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇനി യോഹന്നാൻ 4:17 ന്യായവിധി ദിവസത്തിൽ നമുക്ക് ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമുക്ക് തികഞ്ഞിരിക്കുന്നു. അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമും ഇരിക്കുന്നു. സ്നേഹത്തിൽ ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ തികഞ്ഞവനല്ല. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് നാം സ്നേഹിക്കുന്നു. അതുകൊണ്ട് ദാവീദും ആ യുദ്ധഭൂമിയിൽ പോയിട്ട് അവൻ ജയാളിയാവുകയാണ് ഭയമില്ലാതെ. എന്തുകൊണ്ടെന്നാൽ അവൻ അറിയാമായിരുന്നു പിതാവായ ദൈവം അതിൻ്റെ പ്രിയപ്പെട്ടവനാണ് അവനെന്ന്. നിങ്ങൾക്ക് ഈ അറിവുണ്ടാകുമ്പോൾ, ഈ അറിവിൽ നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. എത്ര വലിയ കൊടുങ്കാറ്റ് വന്നാലും ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നിങ്ങൾക്ക് അറിയാം നിങ്ങൾ വിജയാളിയേക്കാൾ മുകളിലാണ് അവൻ്റെ സ്നേഹത്തിലെന്ന്. നിങ്ങൾക്കറിയാമോ, എൻ്റെ പപ്പയ്ക്ക് ക്യാൻസറിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ആ സമയത്ത് ഞാൻ ഈ കാര്യം കേട്ടപ്പോൾ എനിക്ക് അറിയാമായിരുന്നു ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഞാൻ പോയി അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കും, അദ്ദേഹം സൗഖ്യം പ്രാപിക്കും. ഇതൊരു കാരണമായി തീരും എൻ്റെ മുഴുവൻ കുടുംബത്തിനു വേണ്ടിയും അവർ യേശുവിൽ വരാൻ വേണ്ടി. ആളുകൾക്ക് തോന്നുമായിരുന്നു ചിലപ്പം എനിക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടെന്ന്. അത് കേട്ടപ്പോൾ ഞാൻ അത് കാര്യമായിട്ട് എടുത്തില്ല എന്നവർക്ക് തോന്നി. പക്ഷെ സത്യം ഇതായിരുന്നു, എൻ്റെ വിശ്വാസം ആ റിപ്പോർട്ടിലല്ലായിരുന്നു എൻ്റെ പിതാവിനെതിരെ വന്നതിൽ. എൻ്റെ വിശ്വാസം എൻ്റെ സ്വർഗീയ പിതാവിലായിരുന്നു, എൻ്റെ ഈ അറിവിലായിരുന്നു ഞാൻ അവൻ്റെ പ്രിയപ്പെട്ടവളാണെന്നുള്ളതിൽ. നിങ്ങൾക്കിത് അറിയാമെങ്കിൽ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. ഏത് സാഹചര്യം നിങ്ങളുടെ മുമ്പിൽ നിലനിന്നാലും നിങ്ങൾ അറിയും നിങ്ങൾ ആ സാഹചര്യത്തിൻ്റെ മുകളിലാണ് എന്ന്. അതുകൊണ്ട് എത്ര പേരോട് ഞാൻ സുവിശേഷം പറഞ്ഞിട്ടുണ്ടോ, ഞാൻ ഈ സത്യം അവരോട് പറയാറുണ്ട്. ഒരു സ്വർഗീയ പിതാവുണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നവൻ. ഇത് ഒരു അനാഥനായ പുത്രനെ അവൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറയാൻ ഏത് അനാഥനായ പുത്രനാണ് ആഗ്രഹിക്കാത്തത് ഒരു പിതാവിനെ? ഇന്ന് സ്നേഹത്തെക്കാൾ അധികമായി ഭയമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ ഇടുന്നത് സുവിശേഷം പറയുമ്പോൾ. ആ ഭയത്തിലൂടെ ആളുകൾ വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വളരെയധികം ആളുകൾ ഇപ്പോൾ ആ തിരിച്ചറിവിൽ നിന്ന് പുറകോട്ട് പോയിരിക്കുന്നു. അതുകൊണ്ട് ഒരു ബന്ധവും അതിൻ്റെ അടിസ്ഥാനം ഭയത്തിലാണെങ്കിൽ അത് എപ്പോഴും നിലനിൽക്കുകയില്ല. ശരിയായിട്ടുള്ള അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹത്തിൽ നിന്നാണ്. എന്തുകൊണ്ടെന്നാൽ സ്നേഹത്തിൽ ഭയമില്ല. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുകയാണ്. ഒരു ചെറിയ കുഞ്ഞ് എന്തൊക്കെ അവൻ ചെയ്താലും അവസാനം അവൻ്റെ ആ തെറ്റുകളെല്ലാം അവൻ അംഗീകരിക്കും. എന്തുകൊണ്ടെന്നാൽ അവനറിയാം അവൻ്റെ ബന്ധം അവൻ്റെ പിതാവുമായിട്ടുള്ളത് എന്താണെന്ന്. എന്തുകൊണ്ടെന്നാൽ അവനറിയാം അവൻ്റെ മാതാവും പിതാവും അവനെ സ്നേഹിക്കുന്നുവെന്ന്. അത് തന്നെയാണ് അവരുടെ ഉള്ളിൽ ഭയമുണ്ട് എങ്കിൽ അവരുടെ മുമ്പിലേക്ക് ഒരിക്കലും അവൻ പോവുകയില്ല. ആ ഭയം അവനെ ഭരിക്കാൻ തുടങ്ങും. അതുകൊണ്ട് കുരിശും ഈ സത്യത്തിനെ ആണ് പ്രസംഗിക്കുന്നത്. നമ്മുടെ ഭൂതവും ഭാവിയും എല്ലാം യേശുവിൻ്റെ രക്തത്തിലൂടെ കഴുകപ്പെട്ടിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. വചനം എന്താണ് പറയുന്നത്? യേശു എവിടെയാണ്? വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, അവൻ ഏകജാതനായ പുത്രൻ. യേശു പിതാവിന്റെ മടിയിലായിരുന്നു. ആ സത്യമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടിയുള്ളത്. ഇതെന്റെ വിശ്വാസമാണ്. വരുന്ന സമയത്ത് ആളുകൾ, ഈ വചനം കേൾക്കുന്നവർ, അവരുടെ ജീവിതത്തിൽ വളരെ വലിയ സാക്ഷ്യങ്ങൾ വരാൻ പോവുകയാണ്. അവരിത് വിശ്വസിക്കുമ്പോൾ അവർ പിതാവിൻ്റെ പ്രിയപ്പെട്ടവരാണെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാൻ സാധിക്കും. നിങ്ങളുടെ സ്വർഗീയ പിതാവ് നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. ദശാംശവും നമ്മൾ ചെയ്യുന്നത് ഇത് കാണിക്കാൻ വേണ്ടിയാണ്. ധനമല്ല, സ്വർഗീയ പിതാവാണ് എന്നെ മുന്നോട്ട് നയിക്കുന്നത്. അവൻ ധനികരാകാൻ വേണ്ടിയല്ല. ആ ആദരവ് പിതാവിനോടുള്ളത് അത് കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ പിതാവിൻ്റെതാണ്, എൻ്റെ എല്ലാം പിതാവിൻ്റെതാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 41 മുതൽ. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരൂശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരൂശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദൈവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു.
അവന്റെ വാക്ക് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അവന്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞതെന്തിന്? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ യേശു ആ ഭവനത്തെക്കുറിച്ചാണ് പറയുന്നത്. നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ തന്നെയാണ് യേശു പ്രാർത്ഥിച്ചപ്പോൾ, നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോൾ, നമ്മൾ വീണ്ടും തിരിച്ച് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ ഭവനത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ആരെങ്കിലും പറയുകയാണ്, നിങ്ങൾ എന്തിനാ എന്നെ തിരയുന്നത് എന്ന്? എൻ്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോട് കൂടെ ഇറങ്ങി നസ്രയത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. ഇവിടെ എനിക്ക് വളരെ ഒരു കാര്യം ഇഷ്ടപ്പെട്ടു. യേശു 12 വയസ്സിന് മാത്രമുള്ളപ്പോൾ അവൻ നഷ്ടപ്പെട്ടു പോയപ്പോൾ അവർ എവിടെയാണ് അവനെ കണ്ടുകിട്ടിയത്? ദൈവത്തിന്റെ ഭവനത്തിൽ. ദൈവത്തിന്റെ വചനം കേൾക്കുകയും അത് പറയുകയും ആ വചനം പഠിപ്പിക്കുകയും ചെയ്യുന്നതായിട്ടാണ് കണ്ടുകിട്ടിയത്. നിങ്ങൾക്കറിയാമോ, ഞാൻ യേശുവിൽ വിശ്വസിച്ചപ്പോൾ ഞാൻ ഓരോ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുകയില്ലായിരുന്നു എൻ്റെ സൗഖ്യത്തിന് വേണ്ടി, യേശു എന്നെ സൗഖ്യമാക്കൂ എന്ന്. പക്ഷെ ഞാൻ ആ വചനത്തെ പിടിച്ചുകൊണ്ട് അവനോട് കൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങി ആ വിശ്വാസത്തിൽ. ആ സമയത്ത് ആരും എന്നോട് പറഞ്ഞില്ല ഈ വിശ്വാസം എന്നത് കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ് എന്ന്. എനിക്കിത് മാത്രമേ അറിയാമായിരുന്നുള്ളൂ. ഞാൻ അവൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് പിതാവ് എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെല്ലാം സത്യമാണ്. അതിൻ്റെ പുറത്തുള്ളതെല്ലാം അത് സത്യമല്ല. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എൻ്റെ ജീവിതത്തിൽ ഒരു വിശ്രമമുണ്ടായിരുന്നു, ഒരു സമാധാനമുണ്ടായിരുന്നു. പിതാവ് എന്നെ വളരെയധികം സ്നേഹിക്കുന്നു. ആ അറിവിനോട് കൂടെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ വചനം പിടിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് നമുക്കിത് പറയാൻ സാധിക്കും വീണ്ടും വീണ്ടും, യേശു എന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. നമ്മൾക്ക് രോഗം വരുമ്പോൾ നമ്മൾ പറയും, ശരിയാണ്, നമുക്ക് രോഗവും ചിലപ്പോൾ വരാം. പക്ഷെ നിങ്ങൾ ആ സത്യത്തിൽ വിശ്വസിക്കുക, യേശു നിങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആ സത്യത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മൾ ആ സ്നേഹത്തെ നമ്മൾ അവനോടുള്ളത് കാണിക്കുകയാണ്. ഈ സത്യത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എല്ലാ കാര്യങ്ങളും, എല്ലാ സാഹചര്യങ്ങളും നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. ദാവീദിനും അറിയാമായിരുന്നു ദൈവം അവനെ സ്നേഹിക്കുന്നുവെന്ന്. അവൻ ആ അറിവിനോട് കൂടെ മുന്നോട്ട് അവൻ പോകുവാനിടയായി ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ. എന്തുകൊണ്ടെന്നാൽ തികഞ്ഞ സ്നേഹത്തിൽ ഭയമില്ല. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ഗോലിയാത്താണെങ്കിലും നിങ്ങൾ ഭയപ്പെടുകയില്ല. എന്താണെങ്കിലും ദൈവത്തിന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിൽക്കുന്നത് അതെല്ലാം വീഴും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല നിൽക്കുന്നത്. എല്ലാ കാര്യങ്ങളും വിജയത്തിലേക്ക് നയിക്കുന്നത് നിങ്ങൾക്ക് പിതാവിലൂടെയാണ് ലഭിക്കുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഭയപ്പെടേണ്ട. 25-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തൊടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. ആഹാരത്തെക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലയോ? ആകാശത്തിലെ പറവകളെ നോക്കുവിൻ. അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടിവെക്കുന്നതുമില്ല. എങ്കിലും സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് അവയെ പുലർത്തുന്നു. അവയേക്കാൾ നിങ്ങൾ ഏറ്റവും വിശേഷതയുള്ളവരല്ലയോ? വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് ഒരു മുഴം കൂട്ടുവാൻ നിങ്ങൾ ആർക്ക് കഴിയും? ഉടുപ്പിനെക്കുറിച്ച് വിചാരപ്പെടുന്നതുമെന്ത്? വയലിലെ താമര എങ്ങനെ വളരുന്നു എന്ന് നിരൂപിപ്പിൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമോൻ പോലും തന്റെ സർവ്വമഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്നു ഞാൻ നിങ്ങളോട് പറയുന്നു. ഇന്നുള്ളതും നാളെ അടുപ്പിലിടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ചമയ്ക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. ആകയാൽ നാം എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് എന്തൊടുക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. ഈ വകയൊക്കെയും ജാതികൾ അന്വേഷിക്കുന്നു. ലോകത്തിലുള്ളവർ, അനാഥരായിട്ടുള്ളവർ തന്നെത്താൻ ചിന്തിക്കുകയാണ്. അവരാണ് ഇതിന്റെ അന്വേഷിക്കുന്നത്. സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് ഇതൊക്കെയും നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നുവല്ലോ. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഈ വചനത്തെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ദൈവം ഇവിടെ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട്, നിങ്ങൾ മറന്നുപോയോ? അവൻ പറയുകയാണ്, ഞാൻ പക്ഷികളുടെയും പുല്ലിന്റെയും പൂക്കളുടെയും ശ്രദ്ധ എനിക്കുണ്ട് എങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാൾ എത്ര വിലയുള്ളവരാണ് നിങ്ങൾ. നിങ്ങളുടെ വിശ്രമം എന്ന് പറയുന്നത് ക്രിസ്തീയ ജീവിതത്തിൽ നിങ്ങൾക്കൊരു സ്വർഗീയ പിതാവുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ജീവിതം അത് പിതൃത്വത്തിലാണ്. പിതാവിന്റെ ജീവിതത്തെ പൂർത്തീകരിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ അറിവിൽ ജീവിക്കുമ്പോൾ എനിക്ക് തന്നെത്താൻ ആ വിശ്രമത്തിൽ, ആ സമാധാനത്തിൽ കാണാൻ എനിക്ക് സാധിക്കും.
ഇന്ന് ആരാധനയുടെ സമയത്ത് ഒരു കാര്യം നമ്മൾ പഠിച്ചു. നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ശൂന്യതയുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുകൂടെ അതിനോട് കൂടുവാനുണ്ട് എന്ന്. പക്ഷെ സത്യം ഇതാണ്, എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിന് വേണ്ടി എല്ലാം മുൻ നിയമിച്ചിരിക്കുകയാണ്. പിതാവെല്ലാം നേരത്തെ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പ്രശ്നങ്ങൾ വരുന്നത്, ആ പ്രശ്നങ്ങളുടെ സാഹചര്യത്തിൽ നമുക്ക് തോന്നും ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പോയി ചെയ്യണമെന്ന്. പക്ഷെ നിങ്ങൾക്കറിയാമോ, എത്രയധികം നമ്മൾ വിശ്രമിക്കാൻ പഠിക്കുന്നുവോ, നമ്മൾ സമാധാനത്തിലായിരിക്കാൻ പഠിക്കുന്നുവോ, പിതാവിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ സാക്ഷ്യം പറയുവാൻ തുടങ്ങും. നിങ്ങൾ ഈ സത്യത്തിൽ വിശ്വസിക്കാൻ തുടങ്ങുക. നിങ്ങൾ പിതാവിന്റെ പ്രിയപ്പെട്ടവരാണ്. അവൻ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു രീതി അവൻ കൊണ്ടുവരും. മുന്നോട്ട് നമുക്ക് വായിക്കാം. മത്തായി 7-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം. യാചിപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അന്വേഷിപ്പിൻ, എന്നാൽ നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, എന്നാൽ നിങ്ങൾക്ക് തുറക്കും. യാചിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവന് കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറക്കും. മകൻ അപ്പം ചോദിച്ചാൽ അവന് കല്ല് കൊടുക്കുന്ന മനുഷ്യൻ നിങ്ങളിൽ ആരുള്ളൂ? മീൻ ചോദിച്ചാൽ അവന് പാമ്പിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് നന്മ എത്രയധികം കൊടുക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. ലൂക്കോസ് 12:6. 2 കാശിന് 5 കുരികിലിനെ വിൽക്കുന്നില്ലയോ? അവയിൽ ഒന്നിനെ പോലും ദൈവം മറന്നു പോകുന്നില്ല. നിങ്ങളുടെ തലയിലെ മുടി പോലും എല്ലാം എണ്ണിയിരിക്കുന്നു. ആകയാൽ ഭയപ്പെടേണ്ട, ഏറിയ കുരികിലിനേക്കാളും നിങ്ങൾ വിശേഷതയുള്ളവർ. നിങ്ങൾക്കറിയാമോ, നമ്മുടെ തലയിലെ മുടികൾ പോലും എണ്ണപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ പെൺകുട്ടിയുണ്ട്. എനിക്ക് മുഴുവൻ വിശ്വാസമുണ്ട് അവളുടെ മാതാപിതാക്കൾ അവളെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. എനിക്ക് തോന്നുന്നില്ല അവർക്ക് അവളുടെ തലയിലെ മുടികൾ അവർ എണ്ണിയിട്ടുണ്ട് എന്ന്. പക്ഷെ പിതാവ് ഇക്കാര്യം പറയുകയാണ്, ഞാൻ നിങ്ങളെ ഇത്രയധികം സ്നേഹിക്കുന്നു, ഞാൻ നിങ്ങളുടെ തലയിലെ മുടികളെ പോലും എണ്ണിയിരിക്കുകയാണ്. ഇപ്പോൾ ഞാനും നിങ്ങളും ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ തിരിച്ചറിവുമായി ജീവിക്കുന്നു. അവൻ നമ്മെ വളരെയധികം സ്നേഹിക്കുന്നു. നമ്മൾ അറിയുന്നു, നമ്മുടെ തിരിച്ചറിവ് ഈ ഭൂമിയിൽ നിന്നുള്ളതല്ല, നമ്മുടെ സ്വർഗീയ പിതാവിൽ നിന്ന് ആ വീണ്ടും ജന്മം പ്രാപിച്ചതിലൂടെയാണ്. പിതാവ് ആഗ്രഹിക്കുകയാണ് നമ്മുടെ തിരിച്ചറിവ് ആത്മാവിലൂടെ മാത്രമായിരിക്കുക. നമ്മുടെ തിരിച്ചറിവ് ഈ ലോകത്തിലോ ഈ ശരീരത്തിലോ ഒരിക്കലും നമ്മൾ അറിയരുത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 3:14. അതിനിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. താഴേക്ക് നമുക്ക് വായിക്കാം. 17-ാം വാക്യം മുതൽ. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്ത് എന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരികയും വേണമെന്നും പ്രാർത്ഥിക്കുന്നു. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. നിങ്ങൾക്കറിയാമോ, പലപ്പോഴും ശക്തിയോടുള്ള അത്ഭുത കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുന്നത്, നിങ്ങൾ അറിയും. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ദൈവം എന്നെ വളരെയധികം സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ UK യിലായിരുന്നപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയെ ഞാൻ കണ്ടപ്പോൾ ആ സമയത്തും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു, എൻ്റെ പിതാവ് എനിക്ക് വേണ്ടി സ്വർഗവും ഭൂമിയും അവൻ മാറ്റിക്കളയും, അവനോടുള്ള മാറിപ്പോയാലും അവനോടുള്ള സ്നേഹം എന്നും നിലനിൽക്കുമെന്ന്. മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 1-ാം അധ്യായം. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ അവനിൽ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം യേശുക്രിസ്തു മുഖാന്തരം നമ്മെ ദത്തെടുക്കേണ്ടതിന് അവൻ പ്രിയനായവനിൽ നമുക്ക് സൗജന്യമായി നൽകിയ തന്റെ കൃപാ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുൻ നിയമിക്കുകയും ചെയ്തുവല്ലോ. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം 31-32. എഴുതിയിരിക്കുകയാണ്, ഇത് സംബന്ധിച്ച് നാം എന്ത് പറയേണ്ടു? ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാർ. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് പിന്നെ എങ്ങനെയാണ് ഗോലിയാത്ത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്? എങ്ങനെ ഒരു രോഗം നമുക്ക് എതിരെ നിൽക്കും? മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകി തരാതിരിക്കുമോ? പിതാവ് അവന്റെ പുത്രനെ പോലും നമുക്ക് വേണ്ടി തന്നുവെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ ജീവിതത്തിന്റെ ഏത് മേഖലയിലെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിനേക്കാളും അധികമായി നിങ്ങൾക്ക് തന്നിട്ടില്ലേ? അവന്റെ പുത്രനെ പോലും നമ്മൾക്ക് വേണ്ടി തന്നുവെങ്കിൽ നമ്മളെ എന്തുകൊണ്ട് അതിലധികമായി നിങ്ങൾക്ക് തരികയില്ല? മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 8-ാം അധ്യായം 38-ാം വാക്യം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റു യാതൊരു സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ 15:9. പിതാവ് എന്നെ സ്നേഹിക്കുന്നത് പോലെ ഞാനും നിങ്ങളെ സ്നേഹിക്കുന്നു. എന്റെ സ്നേഹത്തിൽ വസിപ്പീൻ.
യേശു ഈ ലോകത്തിൽ വളരെ അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ക്രൂശിൽ അവൻ പോയപ്പോൾ അവൻ ഈ കാര്യം പറയുവാനിടയായി, ദൈവമേ നീ എന്നെ എന്താണ് കൈവിട്ടത്? അതിനു മുമ്പ് എല്ലാ സമയത്തും ദൈവത്തിന് അറിയാമായിരുന്നു പിതാവ് അവനോട് കൂടെയുണ്ട് എന്ന്. ഈ കാര്യം പിതാവ് പറയുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, ഇവന് ഞാൻ അത്യന്തം പ്രസാദിച്ചിരിക്കുന്നു. അവനൊരിക്കലും ഇത് പറഞ്ഞില്ല. അവന് പറയാമായിരുന്നു ഇവൻ എൻ്റെ പവിത്ര വിശുദ്ധ പുത്രനാണ്, നീതിമാനായ പുത്രനാണ്. പക്ഷേ യേശുവിന് വേണ്ടി സാക്ഷ്യം എന്താണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ഇതാണ് വെളിപ്പാട്. നമ്മളും അറിയണം, ഏറ്റവും അധികമായിട്ട് നമ്മുടെ വീണ്ടും ജനനം വിശുദ്ധിയിലാണ്. നമ്മൾ നീതിമാന്മാരാണ്. അതിനെ കഴിഞ്ഞൊക്കെ മുകളിലായി നമ്മൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ്. ഇതാണ് സത്യം. യേശുവിനെ അറിയാമായിരുന്നത് ദൈവപിതാവ് അവനെ വളരെയധികം സ്നേഹിക്കുന്നു എന്നുള്ളത്. ഈ സത്യത്തോടു കൂടെ അവൻ ക്രൂശിൽ പോയപ്പോഴും ആ ക്രൂശിൽ അവൻ ആ മരണത്തിൽ അവൻ ജയിക്കുവാനിടയായി. പലപ്പോഴും പല കാര്യങ്ങളും എൻ്റെ അറിവിന് മുകളിലാണ്. പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാക്കാൻ പോലും സാധിക്കാറില്ല. പക്ഷേ ഇത് മാത്രം എനിക്ക് ഈ വെളിപ്പാട് എനിക്കുണ്ട്. ദൈവപിതാവിനെ വളരെയധികം സ്നേഹിക്കുന്നു. സത്യമായിട്ടും എനിക്ക് അവൻ്റെ അത്ഭുത കാര്യങ്ങളെ എൻ്റെ ജീവിതത്തിൽ പൂർണ്ണമാകുന്ന കാണാൻ സാധിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 5:8. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമുക്ക് തന്നോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. നമ്മൾ പാപികളായിരുന്നപ്പോൾ അവൻ നമുക്ക് വേണ്ടി മരിച്ചു. നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടല്ല, അവൻ്റെ സ്നേഹത്തിലൂടെ നമ്മുടെ വീണ്ടും ജനനം നടക്കുകയാണ്. പിന്നെ മുന്നോട്ട് നമുക്ക് വായിക്കാം. എഫേസ്യർ 2:4-5. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാൽ എത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിലൂടെ നമ്മൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട്. അവൻ നിങ്ങളെ അവൻ്റെ പ്രിയപ്പെട്ടവരെന്നാണ് വിളിക്കുന്നത്. അവൻ ഞങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നു. മുന്നോട്ട് നമുക്ക് വായിക്കാം. പഴയ നിയമത്തിൽ നിന്ന് ഞാനൊരു വചനം എടുത്തിരിക്കുകയാണ്. ആവർത്തനം 7-ാം അതിൻ്റെ 6-8 വചനം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, നിന്റെ ദൈവമായ യഹോവയ്ക്ക് നീ ഒരു വിശുദ്ധ ജനമാകുന്നു. ഇത് ഇസ്രായേലിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഭൂതലങ്ങളിലുള്ള സകല ജാതികളിലും വെച്ച് നിന്നെ തനിക്ക് ജനമായിരിക്കുന്നുണ്ടതിന് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജാതികളിലേക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല, യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. നിങ്ങൾ സകല ജാതികളെക്കാളും കുറഞ്ഞവരല്ലോ ആയിരുന്നത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാരോട് താൻ ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്ര യഹോവ നിങ്ങളെ ബലമുള്ള കയ്യാൽ പുറപ്പെടുവിച്ച് അടിമ വീടായ മിസ്രയീമിലെ രാജാവായ ഫറവോന്റെ കയ്യിൽ നിന്ന് വീണ്ടെടുത്തത്. ദൈവം എന്തിനാണ് ഈ കാര്യം ചെയ്തത്? എന്തിനാണ്? അവരെ സ്നേഹിക്കുന്നത് കൊണ്ട്. നിങ്ങൾക്കറിയാം, വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒരു രീതിയിലുള്ള വിഗ്രഹാരാധനയും ചെയ്യരുത്. നിങ്ങൾക്കറിയാം അതിന്റെ കാരണം എന്താണെന്ന്. എനിക്കിത് വളരെ ഇഷ്ടമാണ്. അവിടെ എഴുതിയിരിക്കുകയാണ്, ഞാൻ നിങ്ങളുടെ വിഷയങ്ങളിൽ തീഷ്ണത വെക്കുന്ന ദൈവമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പിതാവ് നിങ്ങൾക്ക് വേണ്ടി തീഷ്ണതയുള്ള ദൈവമാണ്. നിങ്ങളുടെ ശ്രദ്ധ മറ്റൊന്നിലേക്കെങ്കിലും പോവുകയാണെങ്കിൽ അവൻ തീഷ്ണതയുള്ള ദൈവമാണ്. അവൻ ആഗ്രഹിക്കുകയാണ് അവൻ്റെ സ്നേഹം നിങ്ങളുടെ അകത്ത് പ്രകടമാകണമെന്ന്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, അവൻ നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു. അവൻ ആഗ്രഹിക്കുകയാണ് നിങ്ങളുടെ പൂർണ്ണ മനസ്സും പൂർണ്ണ ഹൃദയവും മുഴുവൻ ജീവനും അവൻ ആഗ്രഹിക്കുകയാണ്. അതെല്ലാം നമ്മൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണെന്ന് അറിയുമ്പോൾ ലഭിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. 1 യോഹന്നാൻ 4:7. പ്രിയമുള്ളവരെ, നാം അന്യോന്യം സ്നേഹിക്കുക. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. നിങ്ങൾക്കറിയാമോ, നമ്മളിത് അറിയുന്നില്ല എങ്കിൽ, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എങ്കിൽ നമ്മൾ അവനെ അറിയുന്നില്ല. എനിക്ക് വളരെ ഇന്ന് സാക്ഷ്യം കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സാക്ഷ്യം പറഞ്ഞു ദൈവം എന്നെ സ്നേഹിക്കുന്നുവെന്ന്. ഞാൻ സത്യമായി പറയുകയാണ്, നമ്മുടെ ചർച്ചിലുള്ളവരെല്ലാം, ഈ വചനം കേൾക്കുന്നവരെല്ലാം, ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ആഗ്രഹിക്കുകയാണ് നിങ്ങൾ ഈ സത്യം അറിയണം, ഈ സത്യത്തിൽ നിലനിൽക്കണം. സ്വർഗീയ പിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന്. നമ്മുടെ ചർച്ച്, അതിൻ്റെ അർത്ഥം ബിലവഡ് എന്നുള്ളതിൻ്റെ പ്രിയ, അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് സത്യത്തിൽ നിലനിൽക്കുക. നമ്മൾ അവൻ്റെ പ്രിയ പുത്രന്മാരാണ്. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, എല്ലാ അവകാശങ്ങളും നിങ്ങൾക്ക് വേണ്ടി ഉള്ളത്, ധനമാണെങ്കിലും അനുഗ്രഹങ്ങളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുള്ളത് ലഭിക്കുവാനിടയാകും. നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട്. ഇതെൻ്റെ വിശ്വാസമാണ്. പ്രിയരായിരിക്കുന്നവർക്കെല്ലാം ലഭിക്കും. അത് അവരുടെ സ്ഥാനത്തിനാലാണ്, ആ തിരഞ്ഞെടുപ്പിനാൽ അവർക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, പിതാവിലൂടെ ചെയ്തിരിക്കുന്നതിനാൽ എല്ലാം ലഭിക്കും. ആളുകൾ പലപ്പോഴും എൻ്റെ ജീവിതം കാണുമ്പോൾ അവരെന്നോട് ചോദിക്കാറുണ്ട്, ഈ നന്മയെല്ലാം, ഈ നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ലഭിച്ചത്?
ഞാൻ സത്യമായും പറയാറുണ്ട്, എനിക്കറിയില്ല, പക്ഷെ ഞാൻ അവരോട് പറയാറുണ്ട്, ഇത് അവൻ്റെ കൃപയിലൂടെ അവൻ്റെ പ്രിയപ്പെട്ടവളായതുകൊണ്ടാണ് എനിക്ക് ലഭിച്ചത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. സെഫന്യാവ് 3:16 മുതൽ. അന്നാളിൽ അവർ യെരൂശലേമിനോട് ഭയപ്പെടരുതെന്നും സിയോനോട് അധൈര്യപ്പെടരുതെന്നും പറയും. നിന്റെ ദൈവമായ യഹോവ രക്ഷിക്കുന്ന ധീരനായി നിന്റെ മധ്യേ ഇരിക്കുന്നു. അവൻ നിന്നിൽ അത്യന്തം സന്തോഷിക്കും. തന്റെ സ്നേഹത്തിൽ അവൻ മിണ്ടാതിരിക്കുന്നു. ഘോഷത്തോടെ അവൻ നിങ്കൽ ആനന്ദിക്കും. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ഒരു പിതാവ് അവന്റെ കുഞ്ഞിനെ താരാട്ട് പാടി കേൾപ്പിക്കുകയാണ്. അപ്പോൾ ആരാണ് പാടുന്നത്? ആ കുഞ്ഞാണോ അതോ പിതാവാണോ? ആ പിതാവാണ് അല്ലെങ്കിൽ അമ്മയാണ് അവർക്ക് വേണ്ടി പാട്ട് പാടുന്നത്. ഒരു നല്ല കാര്യമാണ് കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പാട്ട് പാടുന്നത് കേൾക്കുന്നത്. പക്ഷേ അതൊരു വേറൊരു ആനന്ദമാണ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമ്പോൾ പിതാവ് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആനന്ദത്തോടെ പാട്ട് പാടുന്നത്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 1 യോഹന്നാൻ 3:1. ഇവിടെ എഴുതിയിരിക്കുകയാണ്, കാൺമിൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ഇന്ന് നിങ്ങൾ ഇവിടെ ഈ വചനം കേട്ടു പോകുമ്പോൾ ഞാൻ ആഗ്രഹിക്കുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പ്രിയ പുത്രന്മാരാണ്. ഈ അറിവ് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞു. അവൻ്റെ പ്രിയ പുത്രനാകാൻ വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കരുത്. ഒരു കുഞ്ഞു കുട്ടി നമ്മുടെ ചർച്ചിലുള്ളത്, അവൾക്ക് ഇത് മാത്രമേ അറിയുകയുള്ളൂ. അവൾ അവളുടെ അപ്പൻ്റെ അമ്മയുടെയാണ്. അവളുടെ അപ്പനും അമ്മയും അവളെ സ്നേഹിക്കുക മാത്രം ചെയ്യുന്നതാണ് അറിയുന്നത്. എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല അവൻ്റെ പ്രിയപുത്രന്മാരാകേണ്ടതിന്. എന്തുകൊണ്ടെന്നാൽ എൻ്റെയും നിങ്ങളുടെയും തിരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു അവൻ്റെ പ്രിയപ്പെട്ടവരാകാൻ. പിതാവ് എന്നെയും നിങ്ങളെയും അവൻ്റെ പ്രിയപുത്രന്മാരെന്നാണ് പറയുന്നത്. അവൻ അധികമായി നമ്മളെ സ്നേഹിക്കുന്നു. പിതാവ് എന്നെയും നിങ്ങളെയും അവൻ്റെ പ്രിയപുത്രന്മാരെന്നാണ് പറയുന്നത്. അവൻ അധികം പ്രസാദിച്ചിരിക്കുന്നവർ. ഇന്ന് നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോഴാണെങ്കിലും, അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി തുടങ്ങാൻ പോവുകയാണെങ്കിലും, അല്ലെങ്കിൽ എന്തെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണം നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും, നിങ്ങൾ ഈ സത്യത്തിൽ മാത്രം നിലനിൽക്കുക. ദൈവപിതാവ് നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ പിതാവിൻ്റെ സ്നേഹം നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് വേണ്ടിയാണ് എല്ലാ സാഹചര്യവും നിങ്ങളുടെ ചുറ്റിലുമുള്ളത്. അതെല്ലാം നിങ്ങളുടെ മുമ്പിൽ മുട്ടുകുത്തും. ആ എത്രയധികം വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഈ സത്യത്തിലൂടെ ലഭിക്കും. നിങ്ങൾ അവൻ്റെ പ്രിയപ്പെട്ടവരായതുകൊണ്ട്. എന്തുകൊണ്ട് നമുക്ക് വരൂ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ആത്മീയ യാഗം നമ്മളുടെ പിതാവിനെ നമുക്ക് അർപ്പിക്കാം. നിങ്ങൾ എന്നോട് കൂടെ പ്രാർത്ഥിക്കുക. പിതാവെ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. ഞാൻ അങ്ങയുടെ രാജ്യത്തിൽ അങ്ങയുടെ പുത്രനാകയാൽ യേശുവെ അങ്ങൻ്റെ മഹാപുരോഹിതനാണ്. വചനം കേട്ടതിലൂടെ ആത്മീയ ഉയർച്ച എൻ്റെ ജീവിതത്തിൽ വന്നതിൻ്റെ 10% ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. നിങ്ങൾ എല്ലാവരും നന്ദി അർപ്പിക്കുക, പ്രാർത്ഥിക്കുക. Father, I just pray right now that everyone who's heard this message, I thank you that there's an impartation, that they will just know that they are loved. That, Father, you love them dearly, that you sent Jesus to bring your children back home to you, that you love us, that you call us your beloved. And we rest in that, just knowing that we're fathered and everything is going to be okay just because we're loved. We're back home with you. And it's a rest. I just thank you that there's no fear in knowing that you're the beloved, Father. Everything bows down to the Father's beloved. I thank you, Father. In Jesus' name, amen.